ഈ വെബിനാറിലേക്ക് എല്ലാവരും ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിന് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മെയ്ഫ്ലവർ മിസ്സിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് നമ്മൾ വർഷാവർഷങ്ങളായി നടത്തിപ്പോകുന്ന IMA സഹകരിച്ച് ഒത്തിരി പരിപാടികൾ നമ്മൾ നടത്തി പോരാറുണ്ട്. ഈ വർഷം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഒരുമിച്ച് കൂടാനായിട്ട് ശാരീരികമായിട്ട്. എങ്കിലും നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചപ്പോൾ വളരെയധികം സഹകരണത്തോടു കൂടി അല്ലെങ്കിൽ വളരെയധികം നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്ന രണ്ട് ഡോക്ടർമാരാണ്. ഒന്ന് ഡോക്ടർ പവനും ഒന്ന് ഡോക്ടർ സുജിത്തും. ഇതില് ഡോക്ടർ പവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യൻ ആണ്. ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ നിന്ന് IMAയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് സഹകരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമായി. കാരണം നമ്മളിത് ഇത്രയും വിപുലമായ രീതിയിൽ വിചാരിച്ചൊരു പ്രോഗ്രാം അല്ല. എല്ലാ വർഷവും തന്നെ നമ്മൾ IMAയായിട്ട് സഹകരിച്ചിട്ടാണ് ഈ പരിപാടി നടത്താറുള്ളതെങ്കിലും ഈ വർഷം നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ നടത്തണം എന്ന് വിചാരിച്ചപ്പോഴും പക്ഷെ അവര് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മളോട് ആ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും വന്ന് നമുക്ക് പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു തരാമെന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരുപക്ഷെ പലർക്കെങ്കിലും ഇതിൽ അറിയാമായിരിക്കാം IMAയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ പവനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ ടു ദിസ് ഫംഗ്ഷൻ. അടുത്തതായിട്ട് എനിക്ക് സ്വാഗതം പറയാനുള്ളത് ഡോക്ടർ സുജിത്തിനെ കുറിച്ചാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്ക്രീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം. അദ്ദേഹം ഇപ്പോഴും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹം അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ആണ്. കോവിഡിന്റെ രംഗത്ത് വളരെയധികം ആക്റ്റീവായിട്ട് ഇവർ രണ്ടുപേരും ഡോക്ടർ പവൻ ആണെങ്കിലും ഡോക്ടർ സുജിത്ത് ആണെങ്കിലും കോവിഡ് പ്രതിരോധത്തിനായിട്ട് മുന്നിട്ട് ഇറങ്ങുന്ന ഡോക്ടർമാരിൽ തൃശ്ശൂര് നമുക്കറിയാം ഏറ്റവും ആദ്യം കോവിഡ് വന്നതും തൃശ്ശൂര് തന്നെയാണ്. നമ്മളെല്ലാവരും അൺഅവെയർ ആയിരുന്ന ഒരു കാലത്താണ് അത് നമ്മളിലേക്ക് വന്നു ചേർന്നത്. വളരെ ധൈര്യത്തോടു കൂടി ഇതെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ രണ്ട് ഡോക്ടർമാരെയും അതിൽ ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്ന ഡോക്ടർ പവൻ ഡോക്ടർ ആണെങ്കിലും നമുക്ക് എയ്ഡ്സിന്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് തരാൻ വന്നിരിക്കുന്ന ഡോക്ടർ സുജിത്ത് ആണെങ്കിലും വളരെ ഹാർദവമായിട്ട് ഡോക്ടറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ സുജിത്ത്. ഇനി എനിക്ക് സ്വാഗതം പറയാനുള്ളത് നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള സിസ്റ്റർ മാഗി ജോസിനാണ്. സിസ്റ്റർ നമ്മൾ എന്തൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോഴും സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് വളരെ സ്നേഹത്തോടും വളരെ സഹകരണത്തോടും കൂടി. ഇപ്പൊ ഞാൻ കോളേജിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ സിസ്റ്ററിനോട് നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇരു കൈയും നീട്ടി അല്ലെങ്കിൽ സിസ്റ്റർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും ഈ പരിപാടി. ചില തിരക്കുകൾ കാരണം സിസ്റ്ററിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ സിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഇനിയുള്ള മീറ്റിങ്ങുകളിൽ സിസ്റ്റർ മാക്സിമം പങ്കുചേരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിസ്റ്ററിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് എല്ലാ സഹകരണം തന്ന സിസ്റ്ററിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് സ്വാഗതം പറയാനുള്ളത് നമ്മളുടെ ഒപ്പം തന്നെ എന്നോടൊപ്പം തന്നെ ഇതില് വളരെ ആക്റ്റീവായിട്ടുള്ള പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള NSSPO ആയിട്ടുള്ള ഡോക്ടർ ബിൻസി ജോസഫിനെയാണ്. മിസ്സിനെയും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി വളരെ ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മളുടെ വോളണ്ടിയേഴ്സ്, നിങ്ങളില്ലാതെ ഈ പരിപാടി ഇൻകംപ്ലീറ്റ് ആണ്. നിങ്ങളെയും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പരിപാടിയുടെ പ്രമുഖ ചടങ്ങുകളിലേക്ക് നമുക്ക് കടക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നന്ദി, നമസ്കാരം. നന്ദി മെയ്ഫ്ലവർ മിസ്. ഈ കൊറോണ കാലഘട്ടത്തിലും ഞങ്ങൾക്ക് ഈ വെബിനാറിനായിട്ട് കുറച്ച് സമയം തന്നതിന് സാറുമാർക്ക് ഞാൻ നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഈ വെബിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായി പവൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പവൻ, തൃശ്ശൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടിയിട്ടുള്ളത് ലോക എയ്ഡ്സ് ദിനം, വേൾഡ് എയ്ഡ്സ് ഡേ ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ വർഷവും നമ്മൾ ഡിസംബർ 1-ാം തീയതി ഈ ഒരു ദിവസം ഇതേ പ്രത്യേകത കൊണ്ട് ആചരിച്ചു വരുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവും എല്ലാം നമ്മൾ ഇതിന് വലിയ രീതിയിൽ ഒരു വലിയ പരിപാടിയായിട്ടാണ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം സെന്റ് മേരീസ് കോളേജിലെ
നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. നമ്മൾ റൗണ്ടിൽ ഒരു വലിയ വാക്കത്തോണും അതേപോലെ വടക്കുന്നാഥിന്റെ തെക്കേ ഗോപുര നടയിൽ ഒരു ദീപം തെളിയിക്കൽ ചടങ്ങും ഇതെല്ലാം സംഘടിപ്പിക്കുകയുണ്ടായി. അതിലെല്ലാം നിങ്ങളെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നു. ഇനിയും വരും വർഷങ്ങളിലെല്ലാം ഈ കോവിഡ് എല്ലാം മാറിയതിനു ശേഷം നമുക്ക് അതേപോലെ വലിയ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒത്തുകൂടൽ സംഘടിപ്പിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായി ഈ സെന്റ് മേരീസ് കോളേജിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞ സിസ്റ്ററിനെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ, സിസ്റ്റർ മാഗി ജോസ്, അതേപോലെ NSS സെന്റ് മേരീസ് NSS യൂണിറ്റിന്റെ കോർഡിനേറ്റേഴ്സ് ഡോക്ടർ മേഫ്ലവർ, ഡോക്ടർ ബിൻസി ജോസഫ്, അതേപോലെ NSSന്റെ മറ്റു ഭാരവാഹികൾ, മെമ്പേഴ്സ്, സെന്റ് മേരീസ് കോളേജിലെ സ്റ്റുഡൻസ്, പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ തന്നെ ഡോക്ടർ സുജിത്ത് ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഇൻചാർജ് ആൻഡ് HOD ആയ ഡോക്ടർ സുജിത്ത്, എല്ലാവർക്കും ഞാൻ പ്രത്യേകമായ നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എയ്ഡ്സ് ദിനത്തെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയട്ടെ. അത് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കും. 1988 മുതലാണ് ഈ ലോക എയ്ഡ്സ് ദിനം ആചരിച്ച് തുടങ്ങിയത്. സ്വിറ്റ്സർലൻഡിലാണ് ഇതിന്റെ ഒരു ആരംഭം, ജനീവയിൽ വെച്ചിട്ട്. അതിനുശേഷം എല്ലാ വർഷവും ഇത് ലോക എയ്ഡ്സ് ദിനമായി ആചരിച്ചു വരുന്നത്. അതിന്റെ എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ദിനങ്ങൾ ആചരിക്കുന്നത് എന്ന് വെച്ചാൽ എയ്ഡ്സ് പോലുള്ള അസുഖങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു റിമൈൻഡർ ആണ് ഇതുപോലുള്ള ദിവസങ്ങൾ. അതേപോലെ തന്നെ മറ്റു ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ഡ്സ് രോഗികൾ അവരെ നമുക്ക് ഇപ്പോഴും അറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പ്രത്യേകതര സ്റ്റിഗ്മ അല്ലെങ്കിൽ എയ്ഡ്സ് രോഗം ബാധിച്ചവരെ നമ്മൾ മാറ്റി നിർത്തുക, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക, അവർക്ക് ഒരു അപമാനിതരായിട്ടുള്ള ഒരു രീതിയിൽ മുദ്ര കുത്തുക, എയ്ഡ്സ് രോഗികൾ എന്നുള്ള രീതിയിൽ. ഇതെല്ലാം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കാര്യം നമ്മൾ പലപ്പോഴും പലരും ഇതുപോലുള്ള വേദികളിലെല്ലാം അവരെ ഒരുമിച്ച് നിർത്തണം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ശരിക്കും ഒരു റിയാലിറ്റിയിൽ വരുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ ഇവരെയൊക്കെ എത്രത്തോളം നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ ചെറുപ്പക്കാർ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. പഴയ തലമുറയിലെ പോലെ അല്ല ഇനി വരും തലമുറയിലെ ഇതിനുള്ള ചികിത്സകൾ, കാര്യങ്ങൾ, വളരെ നല്ല രീതിയിലുള്ള മികച്ച മരുന്നുകൾ, ഇതെല്ലാം മോഡേൺ മെഡിസിനിൽ വന്നിട്ടുണ്ട്. ചികിത്സകളെല്ലാം നല്ല രീതിയിൽ മികച്ച രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ മോശം വഴികളിൽ കൂടി മാത്രമല്ല, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ പോലും അറിയാത്ത രീതിയിലൊക്കെ പകരുന്നത്. അപ്പൊ നമ്മളെല്ലാം ഇത് എയ്ഡ്സ് രോഗം ബാധിച്ചവരെ ഒരു മോശം വിഭാഗം ആളുകളായിട്ട് ചിത്രീകരിക്കുവാൻ അങ്ങനെ ഒന്നും പാടില്ല. ഇതിനെല്ലാം കുറിച്ചുള്ള ഒരു ശരിയായ തിരിച്ചറിവ് നമ്മുടെ ഈ തലമുറയിലുള്ള പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അപ്പൊ അതെല്ലാം മനസ്സിൽ വെക്കുക. അതാണ് ഈ പറഞ്ഞ ലോക എയ്ഡ്സ് ദിനത്തിന്റെ, അല്ലാതെ നമ്മളിതെല്ലാം എയ്ഡ്സ് ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെലിബ്രേഷൻ നടത്തുക എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള രോഗികൾക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഇനി അതിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും. ഇതെല്ലാം ഒരു ഹോസ്പിറ്റലിലോ ഡോക്ടേഴ്സോ ഹോസ്പിറ്റലിലെ നഴ്സുമാരോ മാത്രം വിചാരിച്ചാൽ നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു സമൂഹത്തിന്റെ നിങ്ങളെ പോലുള്ള ആളുകളുടെ എല്ലാം സപ്പോർട്ടും സഹകരണം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇതിലെല്ലാം പ്രത്യേകമായ താല്പര്യം എടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇപ്പൊ ഇന്ന് വേൾഡ് എയ്ഡ്സ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് IMA രാവിലെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ഫേമസ് ഫുട്ബോളർ CV പാപ്പച്ചൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് അതിന്റെ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്തത്. നമ്മുടെ തൃശ്ശൂർ ടൗണിലെ കുറെ ഫുട്ബോൾ ടീംസിലെ അംഗങ്ങൾ വന്നിട്ട് ബ്ലഡ് ഡൊണേഷൻ കാര്യങ്ങളൊക്കെ നടത്തുകയുണ്ടായി. കാരണം ബ്ലഡ് ഡൊണേഷനും ഈ എയ്ഡ്സ് ദിനമായിട്ട് പറയുമ്പോൾ ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ബ്ലഡ് ഡൊണേഷനെ കുറിച്ചും പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കൂടി വന്നതിന് ശേഷം ബ്ലഡ് ഡൊണേഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കുഴപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റലിലെ ഒരു രോഗിക്ക് ബ്ലഡ് ആവശ്യമുള്ള സിറ്റുവേഷൻ വന്നാൽ ബ്ലഡിന്റെ അഭാവം ഇപ്പോൾ ഉണ്ടാകുന്നു. IMA പോലുള്ള സംഘടന, ഞങ്ങളുടെ IMAക്ക് എല്ലാം ഇവിടെ തൃശ്ശൂരും ബ്ലഡ് ബാങ്ക്, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്ലഡ് ബാങ്ക് നടത്തുന്നുണ്ട്. അതിൽ സമൂഹത്തിലെ നിർധനരായ രോഗികൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ടുള്ള ബ്ലഡ് ഡൊണേഷനും ബ്ലഡ് സപ്ലൈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് നിങ്ങളെ പോലുള്ള ആളുകൾ മുന്നോട്ട് വരികയും ബ്ലഡ് ഡൊണേഷൻ നടത്തുകയും അതുവഴി നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന
രക്തത്തിന്റെ ഒരു അഭാവം, അതായത് ഓപ്പറേഷൻ അല്ലെങ്കിൽ അതുപോലെ എമർജൻസി പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബ്ലഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം എന്നോണം ഈ ഒരു എയ്ഡ്സ് ദിനത്തിൽ നിങ്ങൾ എല്ലാവരും ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞ കൂടി എടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് സംഘടിപ്പിച്ച പോലെ തന്നെ നിങ്ങളുടെ സെന്റ് മേരീസ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ഇപ്പൊ കോളേജിൽ എല്ലാവരും വരുന്നില്ല എന്ന് എനിക്കറിയാം, എങ്കിലും നമ്മുടെ തൃശ്ശൂർ ടൗണിലും അല്ലെങ്കിൽ ഇതിന്റെ പെരിഫറിയിലെല്ലാം താമസിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്ക് മനസ്സ് വെച്ചാൽ ചെറിയൊരു ഗ്രൂപ്പായിട്ട് വന്നാൽ, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ മേഫ്ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡോക്ടർ ബിൻസി ഇവർ വഴി കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് IMA ബ്ലഡ് ബാങ്കിൽ നിങ്ങൾ അവിടെ നേരിട്ട് ചെന്നിട്ട് കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് വളരെ സേഫ് ആയിട്ട് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാനുള്ള സൗകര്യം കൂടി ഞാൻ ഏർപ്പെടുത്തി തരാം. അത് നിങ്ങൾക്കും നിങ്ങളുടെ NSSന്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കാണിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റു പല അസോസിയേഷൻസിനും മറ്റു പല ചെറുപ്പക്കാർക്കും ഇതൊരു മാതൃകയായി മാറാനും സാധിക്കട്ടെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന വഴി മറ്റുള്ള ആളുകൾ ഞങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള സഹകരണം ഉണ്ടാകണം. കോളേജിൽ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് IMA ബ്ലഡ് ബാങ്ക് രാമവർമ്മപുരത്ത് അവിടെ വന്നാൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാനുള്ള എല്ലാ കോവിഡ് പ്രോട്ടോകോൾസ് എല്ലാം പാലിച്ചുകൊണ്ട് വളരെ സേഫ് ആയിട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യം ചെയ്തു തരാമെന്നും ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതിന്റെ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് വഴി സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അവരും പറഞ്ഞു തരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതേപോലെ നമ്മുടെ ഡോക്ടർ സുജിത്ത്, അദ്ദേഹം വളരെ നല്ലൊരു ഫാക്കൽറ്റിയാണ്, വളരെ വിശദമായി ഇതിനെക്കുറിച്ചെല്ലാം ക്ലാസ് എടുത്ത് തരുന്നതാണ് നിങ്ങൾക്ക്. ഡോക്ടർ സുജിത്തിനെ പോലെ ഒരാളെ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഫാക്കൽറ്റി ആയിട്ട് കിട്ടിയത് വളരെ നല്ലൊരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ സുജിത്തിനും എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും, എല്ലാ സ്റ്റുഡൻസിനും എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഞാൻ സാറോട് ഒരുപാട് നന്ദി പറയുന്നു. പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ നമുക്ക് പ്രയർ ചൊല്ലാൻ പറ്റിയില്ല, നെറ്റ് ഇഷ്യൂസ് കാരണം. ഇപ്പൊ ആ ചേച്ചി ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രയർ അടുത്ത ഈശ്വര പ്രാർത്ഥനയ്ക്കായി DC മാത്സിലെ കീർത്തന ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു കീർത്തന. ഇന്നത്തെ വെബിനാറിന്റെ മുഖ്യ ആശയം ഇന്നത്തെ ടോക്ക് തന്നെയാണ്. അപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയും
നമുക്ക് വേണ്ടി സാറ് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ടോക്കനായിട്ട് തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ സുജിത് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പ്രസന്റേഷൻ കാണുന്നുണ്ടോ? കാണാം സാർ. Yes, sir. കാണുന്നുണ്ട്. യെസ് സാർ. ഓക്കെ, നമുക്ക് തുടങ്ങാലോ അല്ലേ? Okay, sir. Okay. ഞാൻ ഓഡിബിൾ അല്ലേ? Yes. യെസ് സാർ. ഓക്കെ, താങ്ക് യു ഫോർ യു നൈസ് വേർഡ്സ് പവൻ ഡോക്ടർ. എൻ്റെ കൊളീഗും കൂടെയാണ്. ഞങ്ങളിവിടെ കഴിഞ്ഞ 10-15 മാസമായിട്ട് ഞങ്ങൾ കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിലും കൂടെയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നതിനകത്ത് വളരെ സന്തോഷം. ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശ്ശൂരിനെയും കൂടെ പ്രതികരിച്ചോണ്ട് കൂടെയാണ് ഇന്നത്തെ ഈ ടോക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. ഡോക്ടർ പറഞ്ഞതിൽ തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയി തന്നെ ഞാൻ ബാക്കി നിങ്ങൾക്ക് കുറച്ച് കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു ദ ഹോൾ സെന്റ് മേരീസ് കോളേജ് ടീം. ഇത് എനിക്ക് തോന്നുന്നു ഞാനിത് 2ാമത്തെ തവണയാണ് നിങ്ങളുടെ കോളേജിലേക്ക് ഒരു ക്ലാസ്സിനായിട്ട് വന്നത്. 2015 ഞാൻ ഒരിക്കൽ വന്നിരുന്നു നിങ്ങളുടെ അവിടെ ഒരു ക്ലാസ് എടുക്കാനായിട്ട്, ഒരു ഓർഗൻ ഡൊണേഷന്റെ ഭാഗമായിട്ട്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇപ്പൊ ആഫ്റ്റർ ഒരു 5 ഇയേഴ്സിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ കോളേജിലേക്ക് വരികയാണ് അടുത്തൊരു ഇവന്റ് ആയിട്ട്. അപ്പൊ എന്നെ അതിന് ക്ഷണിച്ചതിന് പ്രത്യേകം കോളേജ് മാനേജ്മെന്റ് അധികാരികളോട് പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും നമുക്ക് കുറച്ച് സമയം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തും. ഞാൻ ഡോക്ടർ സുജിത്, അസിസ്റ്റന്റ് സർജൻ ആണ്. ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റൽ തൃശ്ശൂരിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ M1 ഇൻചാർജ് ആൻഡ് ഹെഡ് ആണ്. എന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴെ ഒരു കുഞ്ഞ് ഐക്കൺ കാണാൻ പറ്റും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ? സ്ക്രീനിന്റെ താഴെ ഭാഗത്തായിട്ട് വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയും. നമ്മൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി, അതിന്റെ മുദ്രാവാക്യം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, അത് കാണുന്നില്ല. ഓക്കെ, അത് വേറൊരു സ്ലൈഡിനകത്ത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇത്തവണത്തെ ഒരു മെയിൻ മുദ്രാവാക്യമായിട്ട് എടുത്തിരിക്കുന്ന ഗ്ലോബൽ സോളിഡാരിറ്റി ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. നമ്മൾക്ക് എല്ലാവരിൽ നിന്നും എല്ലാവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഈ ഒരു രോഗത്തിനെ ചെറുക്കുക എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ഇത് വന്നിരുന്നത്, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലേക്ക് വരാം. എന്തായാലും എൻ്റെ കുഞ്ഞനിയത്തിമാർക്ക് എല്ലാവർക്കും പ്രത്യേകം ഒരു ഇന്നത്തെ ഈ ടോക്കിന്റെ ഇതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. ആദ്യം തന്നെ ഞാൻ തുടങ്ങുന്ന ഒരു കുഞ്ഞു ഇൻസ്പയറിംഗ് വാക്ക് വെച്ചുകൊണ്ടാണ്. വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. By doing what you love, you inspire and awaken the hearts of others. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴും കാണിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. നിങ്ങളെല്ലാം കുഞ്ഞു വളർന്നു വരുന്ന ആൾക്കാരാണ്. ചെറിയ പ്രായത്തിൽ നിന്ന് ഇപ്പൊ വളർന്നു വന്ന് ഇനി വലിയ നാട്ടിലെ വലിയൊരു ആൾക്കാരാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതം എപ്പോഴും മറ്റുള്ളവർക്ക് നല്ലൊരു ജീവിതമായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് എപ്പോഴും എന്നും എല്ലാ കാലത്തും ഉണ്ടാവേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞൊരു മെസ്സേജ് തന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. അപ്പൊ എന്താണ് നമ്മളുടെ HIV അഥവാ എയ്ഡ്സ് എന്ന് പറയുന്ന സാധനം? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ വൈറസ്. ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് നമുക്ക് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളും അതിനെ തുടർന്ന് അതിന്റെ മൂർധന്യതയിൽ എത്തുമ്പോഴത്തേക്ക് നമുക്കുണ്ടാവുന്ന വലിയൊരു രോഗത്തിനെയാണ് എയ്ഡ്സ് എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ രോഗത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്നൊന്ന് ആദ്യം ഒന്ന് കുഞ്ഞായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് കേൾക്കാം. പൊതുവെ ഇതിനെക്കുറിച്ചൊക്കെ കുറെയൊക്കെ നമ്മളിൽ പലരും ഇന്നത്തെ എല്ലാ TV-യിലും ന്യൂസിലും അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ വായിച്ചൊക്കെ പലർക്കും അറിവുണ്ടാവും. എന്നാൽ അതിനൊക്കെ ഒന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് പ്രശ്നപ്പെടാം. ചിലർക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 കണക്ക് പ്രകാരം നോക്കുവാണെങ്കിൽ ഏകദേശം 23.4, അതായത് ഉദ്ദേശം ഒരു 25 ലക്ഷത്തോളം ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങളുടെ ഒരു മനസ്സിലേക്ക് പതിയേണ്ട ഒരു കാര്യമുണ്ട്. 44% പേര് സ്ത്രീകളാണ്. അപ്പൊ ആലോചിക്കുക, മൊത്തം ഒരു രാജ്യത്ത് ഇൻഫെക്റ്റഡ് ആണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗികളിൽ ഉദ്ദേശം 50%-നടുത്ത ആളുകളും സ്ത്രീകളാണെന്നുള്ളത്.
അടുത്തായിട്ട് എന്താ അറിയാവുന്നത്, നമ്മളുടെ ഈ പറയുന്ന ഇത്രയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിൽ ഉദ്ദേശം 11 ലക്ഷത്തോളം അല്ലെങ്കിൽ 12 ലക്ഷത്തിനടുത്ത ആൾക്കാരാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ആ ഗ്യാപ്പ് നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കണം. 25 ലക്ഷത്തോളം അല്ലെങ്കിൽ 24-25 അടുത്തുള്ളതിൽ നിന്ന് ഒരു 12ഓളം പേര് മാത്രമാണ് ചികിത്സ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എടുക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു സത്യം മനസ്സിലാക്കുക. ഓരോ വർഷം പുതിയതായിട്ട് എത്തുന്നത്. പണ്ടത്തെ കണക്കുകളെ വെച്ച് നോക്കുമ്പോൾ പൊതുവെ ഇപ്പോൾ ട്രെൻഡ് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്, കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2017 കണക്ക് എടുക്കുകയാണ്, അതാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണക്ക്. അത് ഏകദേശം 66,000 ചില്ലാനും ആൾക്കാരാണ് നമ്മൾ മൊത്തം ഇന്ത്യയിൽ ഡിറ്റക്ട് ചെയ്യപ്പെട്ടത്. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഇതുവരെ 34,748, ഉദ്ദേശം ഒരു 35,000-ഓളം പേര് ഇൻഫെക്റ്റഡ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ താഴെ ഞാനൊരു നമ്പർ അടിച്ചു വെച്ചിട്ടുണ്ട്, 95-95-95 സ്ട്രാറ്റജി. അതെന്താന്ന് വെച്ചാൽ ലോകാരോഗ്യ സംഘടന നമുക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ 2030 എയ്ഡ്സിനെ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് നിന്ന് പരമാവധി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരു നമ്മൾ ഗോൾസ് എന്ന് പറയും, അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ അങ്ങനെ എത്തിപ്പിടിക്കാനുള്ളത്. മുമ്പ് അത് 90-90-90 എന്ന് പറയുന്ന ഒരു കണക്കായിരുന്നു. ഇപ്പൊ അത് 95-95 കണക്ക്. എന്താണ് ആ 95 കണക്ക്? ലക്ഷ്യം വെക്കുന്ന ഇതായിരുന്നു, അതായത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുള്ള ഈ രോഗാണു പ്രവേശിച്ചിട്ടുള്ള 95 പേര് ഈ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് രോഗാണു പ്രവേശിച്ചിട്ട് ഇപ്പൊ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ടുള്ള മൊത്തം ആൾക്കാരുണ്ടെങ്കിൽ അതിലെ 100 പേരെടുത്താൽ അതിൽ 95 പേര് ഈ ടെസ്റ്റ് ചെയ്താൽ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ 95 പേരിൽ അതിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് 95 പേര് പോയി ട്രീറ്റ്മെന്റ് തുടങ്ങി വെച്ചാൽ, അങ്ങനെ ട്രീറ്റ്മെന്റ് തുടങ്ങിയവരിൽ നിന്ന് 95% ആളുകൾ ആ ട്രീറ്റ്മെന്റ് തുടർന്ന് അവരുടെ ശരീരത്തിലത്തെ ആ വൈറസിന്റെ അളവിനെ താഴ്ത്തി നിർത്താൻ കഴിഞ്ഞാൽ, ഇതാണ് ഇങ്ങനെ ഒരു സംവിധാനം നടപ്പാവുകയാണെങ്കിൽ 2030 ഈ നമ്മൾ ഈ പേടിക്കുന്ന HIV AIDS എന്ന് പറയുന്ന രോഗം നമ്മുടെ ലോകത്തു നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അധികം കാലമില്ല, 10 വർഷമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. പക്ഷെ ഇത് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ഇത് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? അവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും സഹകരണം, ഒത്തൊരുമ, ഉറച്ച വിശ്വാസം, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സത്യത്തിൽ ഈ പറയുന്ന ഈ സ്പെഷ്യൽ ഡേയ്സും ആചരണങ്ങളും ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് നമ്മുടെ HIV-യും എയ്ഡ്സും? എന്താണ് HIV? ഒരു 3 വാക്കാണ്, HIV. എന്താ ഫുൾ ഫോം എടുക്കുമ്പോൾ എന്താ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കുടുംബത്തിലോ അയൽപ്പക്കാരൊക്കെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ആയിരിക്കുന്ന ഒരു മനുഷ്യർ തന്നെ. അപ്പൊ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് ഏത് രോഗത്തിനും തടയാനായിട്ട് നമ്മുടെ സ്വന്തം ഒരു പ്രതിരോധ ശക്തി ഉണ്ട്. അതിനാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്ന പേര്. ആ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, ആ ഇമ്മ്യൂണിറ്റി തകർന്ന് തരിപ്പണമാവുന്ന ഒരു അവസ്ഥ, ആരോ വന്നിട്ട് അതിനെ നശിപ്പിക്കുന്ന അവസ്ഥ. അങ്ങനെ ആ ചെയ്യുന്ന ഒരു കുഞ്ഞൻ വൈറസ്, അതാണ് നമ്മുടെ HIV എന്ന് പറയുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പൊ ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി എന്താ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രതിരോധ ശേഷിനെ തകർക്കും. നമ്മുടെ പ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് CD4 കോശങ്ങൾ എന്ന് പറയുന്നത്. ഈ ആള് ചെന്നിട്ട് HIV വൈറസ് അകത്തൊക്കെ ചെന്ന് പറ്റിയിട്ട് എന്ത് ചെയ്യും? ഈ CD4 കോശങ്ങളെ നശിപ്പിച്ചു കളയും. അതോടുകൂടി എന്തുണ്ടാവും? നമ്മുടെ പ്രതിരോധ ശേഷി താഴ്ന്ന് നമുക്കൊക്കെ ഒരു കുഞ്ഞ് പനി വന്നാൽ തന്നെ നമുക്ക് എത്രയോ ബുദ്ധിമുട്ടാണ്. പനി വന്ന് ജലദോഷം വന്ന് തലവേദന എടുത്തിട്ട് വന്ന് കിടക്കും. ഇപ്പൊ തന്നെ കൊറോണ, കോവിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേര് ബുദ്ധിമുട്ടുന്നു അല്ലേ? അപ്പൊ അതേ സ്ഥാനത്ത് നമ്മുടെ ഇതിനെയൊക്കെ ചെറുക്കാനുള്ള നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷിക്കുള്ള രോഗമാണ് അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളും കൂടെ നശിപ്പിച്ചാലോ എല്ലാം തകിടം മറിയും. വഴി പോകുന്ന എല്ലാ അസുഖങ്ങളും നമുക്ക് ഇടിച്ചു കയറും. അത് തീരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെന്ന് പെടുമ്പോഴാണ് എയ്ഡ്സ് എന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്ന് പെടുന്നത്. അതായത് HIV ഒരാളുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ എയ്ഡ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴാണ് ഒരാളെ എയ്ഡ്സ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഈ HIV രോഗമാണ് ശരീരത്തിൽ കയറി അയാളുടെ ഈ CD4 കോശങ്ങളെയൊക്കെ തകർത്ത് കളഞ്ഞ് അതിന്റെ അളവ് ഭയങ്കരമായിട്ട് താഴോട്ട് എത്തിച്ച് അയാളിൽ കൂടുതൽ മറ്റ് അസുഖങ്ങൾ ശരീരത്തിൽ ഉണ്ടായി അങ്ങനെയൊക്കെ പൂർണ്ണമായിട്ട് ക്ഷയിച്ചു പോയി ഒരു എപ്പോഴും അണുബാധകൾ പിടിപ്പെടുന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ചെന്നപ്പെടുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ എയ്ഡ്സ്. അപ്പൊ ഒരിക്കലും വിചാരിക്കരുത് HIV പോസിറ്റീവ് ആണെങ്കിൽ അയാൾ എയ്ഡ്സ് രോഗിയും കൂടെ ആണ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് ഒരിക്കലും പോകരുത്. അതൊക്കെ ഒരു മിസ്കൺസെപ്റ്റ്സ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ലക്ഷ്യമാക്കുന്നത് എന്തിനാണ്? അയാളെ എയ്ഡ്സിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് എപ്പോഴും നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ 95 സ്ട്രാറ്റജി വരേണ്ടത്. കൃത്യമായിട്ട് ചികിത്സ, കൃത്യമായ അറിയുക, കണ്ടെത്തുക, കൃത്യമായിട്ട് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുക, അങ്ങനെ അതിന്റെ അളവ് കുറച്ചു കൊണ്ടുവരും.
അപ്പൊ അടുത്തൊരു ചോദ്യം വരികയാണ്, എങ്ങനെയാണ് ഈ അണുബാധ കിട്ടുക? നമുക്ക് എല്ലാവർക്കും ചിരപരിചിതമായിട്ടുള്ള കുറെ വാക്കുകളുണ്ട്. പൊതുവെ ആ ചിരപരിചിതമായ വാക്കുകളിൽ നിന്ന് തന്നെയാണ് ഈ രോഗത്തോടുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു സ്റ്റിഗ്മ, പവൻ ഡോക്ടർ പറഞ്ഞ പോലെ സ്റ്റിഗ്മ, അല്ലെങ്കിൽ അതിനോട് എന്താ ഇങ്ങനത്തെ ഒരു അസുഖം ആരോടും പറയാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതെന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത? ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന നമ്മുടെ ശരീരത്തിൽ തന്നെ സ്രവങ്ങളിൽ കൂടെയാണ് പലപ്പോഴും എത്തുന്നത്. പ്രത്യേകതരം നമ്മുടെ ഓരോ ഭാഗങ്ങളിലുള്ള സ്രവങ്ങളിൽ കൂടെയാണ് വരിക. അപ്പൊ അതെങ്ങനെ സ്രവം എത്തും? ആ സ്രവം വന്ന് കയറാനുള്ള വഴികളുണ്ടാവണം. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ രക്ത കുഴലിനകത്തേക്ക് അല്ലെങ്കിൽ രക്തത്തിന്റെ അളവുകളിനകത്തേക്ക് പെട്ടെന്ന് കയറി പറ്റാനുള്ള വഴികൾ, അതായത് മുറിവുകളിലൂടെ ആയിരിക്കും എത്താൻ സാധ്യത. അങ്ങനെ മുറിവുകളിലൂടെ ഈ രക്തത്തിനോട് ബന്ധപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതലുള്ള സാധ്യതകളാണ് ഒരു 4 തരം സാധ്യതകൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യമാണ് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അതായത് സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ഏർപ്പെടുന്ന വ്യക്തികളിൽ ഒരാൾക്ക് ഈ പറയുന്ന HIV രോഗാണുബാധ ഉണ്ടെങ്കിൽ ആ ആളുടെ രക്തത്തിൽ ഇതിന്റെ നല്ലൊരു അളവ് കാണുമായിരിക്കും. ആ ബന്ധപ്പെടുന്നതിലൂടെ ഈ രോഗാണു പ്രവേശിക്കുകയും മറ്റേ ആൾക്ക് അത് കിട്ടുകയും ചെയ്യും. മറ്റേ ആൾക്ക് കിട്ടി ചിലപ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ അയാൾക്കൊരു രോഗമായിട്ട് പ്രകടിപ്പിച്ചേക്കാം. അതാണ് ഒന്നാമത്തേത്. ഏറ്റവും ആൾക്കാർ ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അതേസമയം ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, പക്ഷെ അതാരും ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരും ബോധവാന്മാരാവുന്നില്ല. ഏതൊക്കെയാണ് ആ മാർഗങ്ങൾ? ഒന്ന്, HIV അണുബാധയുള്ള ആളുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെ. ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നല്ല സൗകര്യങ്ങളുള്ള ഒഫീഷ്യൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്ക്സ് ഒക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങിയപ്പോൾ ഈ രക്താണുക്കള് കൃത്യമായിട്ട് നോക്കി വേർതിരിച്ച് അതിൽ നിന്ന് പ്രത്യേക തരം രോഗങ്ങളുണ്ടെന്ന് സാധാരണ പൊതുവെ നോക്കാറുള്ള 5 തരം രോഗങ്ങളെയാണ് പ്രത്യേകമായിട്ട് നോക്കാറുള്ളത്. അതിലൊന്നാണ് HIV അണുബാധ. അതൊക്കെ ഉണ്ടോയെന്ന് നോക്കി വെരിഫൈ ചെയ്ത് അതില്ലാന്ന് ഉറപ്പുവരുത്തി കംപ്ലീറ്റ്ലി ക്ലിയർഡ് ആയിട്ടുള്ള രക്തമാണ് നമ്മൾ പൊതുവെ അത്തരം അംഗീകൃത രക്തബാങ്കുകളിൽ നിന്ന് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവ ചെയ്യാതെ പോകുന്ന ഒരവസ്ഥ, അത്തരം അവസ്ഥയിലൊക്കെയാണ് ഇങ്ങനത്തെ രോഗം ഇതിലൂടെ നമുക്ക് പിടിപെടാൻ സാധ്യതയുള്ളത്. മൂന്നാമത്തെ എന്തുവാണ്? അണുവിമുക്തമാക്കാത്ത സൂചികൾ, സിറിഞ്ചുകൾ, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഏത് ഇതിനായിട്ട് ശസ്ത്രക്രിയ എന്ന് തന്നെ നിർബന്ധമില്ല, മറ്റെന്ത് കാര്യത്തിനാവട്ടെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത് പലപ്പോഴും അതിനകത്തൊരു ഭീഷണിയായി വരാറുള്ളത് ഡ്രഗ് യൂസേഴ്സിനെ പറയണം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. അവർ പലപ്പോഴും അവരുടെ ഉപയോഗത്തിനായിട്ട് ഓരോരുത്തരും ഇൻഡിവിജ്വൽ സിറിഞ്ചുകൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം കൂട്ടമായിട്ട് ഒരുമിച്ചായിരിക്കും പലപ്പോഴും അവരുടെ ഇത് ഉപയോഗം നടക്കുന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും അവർ ഒരാൾ ഉപയോഗിച്ച സൂചി തന്നെ മറ്റേ ആൾ ഉപയോഗിക്കും. എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നു? ഈ സൂചി നമ്മൾ കുത്തുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പുറകിലേക്ക് വലിക്കും, രക്തമാണോ കറക്റ്റായിട്ട് നമ്മൾ കുത്തിയേക്കുന്നതെന്ന് അറിയാനായിട്ട്. അങ്ങനെ രക്തം വലിക്കുമ്പോൾ ആ രക്തം അതിനകത്ത് പറ്റിപ്പിടിച്ചിരുന്നിട്ട് അതേ ആള് ആ സൂചി എടുത്തിട്ട് വേറൊരാൾക്ക് കുത്തുമ്പോൾ എന്തായി? അയാളുടെ രക്തം മറ്റേ ആൾക്ക് കുത്തി കൊടുക്കുന്നു. അങ്ങനെയാണ് പലപ്പോഴും അത് കിട്ടുക. അതായത് നമ്മുടെ തന്നെ ശരീരത്തിലെ ലൈവായിട്ടുള്ള രക്തം എടുത്ത് വേറൊരാളിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ തന്നെയാണ് ഇങ്ങനത്തെ അവസ്ഥ വരാൻ സാധ്യതയുള്ളത്. നാലാമതായിട്ട് എന്തുവാണ്? HIV അണുബാധയുള്ള ഒരു അമ്മയിൽ നിന്ന് ഗർഭാവസ്ഥയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡെലിവറി നടക്കുന്ന സമയത്തോ കുട്ടിക്ക് കൈമാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം സാധ്യതകളാണ്. അപ്പൊ പലപ്പോഴും എല്ലാവരും വിചാരിക്കും ഈ ആദ്യം ഞാൻ പറഞ്ഞ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണല്ലോ പ്രധാനമായിട്ട് പകരുന്നത്, അപ്പൊ അതായിരിക്കും പ്രശ്നമെന്ന് വിചാരിക്കും. ഞാൻ ഈ താഴോട്ട് പറഞ്ഞ പല കാര്യങ്ങളും അതിനകത്ത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ അതും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക്, അപ്പൊ ആർക്കും എപ്പോ വേണമെങ്കിലും കിട്ടാവുന്ന ഒരു രോഗമാണെന്നും കൂടെ നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. അപ്പൊ നമ്മള് രോഗാണു എന്താണെന്ന് മനസ്സിലായി, എന്താണ് എയ്ഡ്സ് എന്ന് മനസ്സിലായി, എങ്ങനെയാ കിട്ടുന്നതെന്നുള്ള മെയിൻ സാധ്യതകൾ മനസ്സിലായി. അപ്പൊ പിന്നെ എന്താണ് ഇനി വരാതിരിക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനുള്ള ശ്രമമാണ്. അപ്പൊ ഏത് കാര്യവും വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാരണം ഏറ്റവും ചെലവ് കുറഞ്ഞത് അതായിരിക്കും, ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്നത് അതായിരിക്കും, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും. അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഈ രോഗത്തിനെ തടയാൻ പറ്റുന്നത് ആ ഒരു മാർഗമായിരിക്കും. അവയെ വിളിക്കുന്ന പേരാണ് നമ്മുടെ പ്രതിരോധ മാർഗങ്ങൾ. അപ്പൊ എന്തൊക്കെയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ ആ സാധ്യതകളെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ പൊതുവെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഒരു കസ്റ്റം തന്നെ അത്തരം വിശ്വാസങ്ങൾ വിളിച്ചു പുലർത്തുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഉറ ഉപയോഗിക്കുക. എന്തിനാണ് ഉറ ഉപയോഗിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രക്താണുക്കൾ തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ, മുറിവുകളിലൂടെ കോണ്ടാക്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും മുറിവുകൾക്കൊക്കെ സാധ്യത എപ്പോഴും കൂടുതലാണ്. കാരണം ആ ഏരിയകളിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വളരെ നേർത്തതാണ്, വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ നേർത്തതായതുകൊണ്ട് തന്നെ ഇതില് മുറിവുകൾ സംഭവിക്കാൻ സാധ്യത എപ്പോഴും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
നമുക്ക് അങ്ങനെ ഒരു സംശയം വരുന്ന ഘട്ടത്തിലൊക്കെ ഉറ ഉപയോഗിക്കാനാണ് പ്രത്യേകമായിട്ട് തന്നെ നിർദ്ദേശമായിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പൊ ആ കോണ്ടാക്ട് നമുക്ക് എത്രയും ഒഴിവാക്കാൻ പറ്റും. ഇനി രണ്ടാമത് എന്താ, രക്തം ആവശ്യം വരുന്ന സമയത്ത് പാവൻ ഡോക്ടർ പറഞ്ഞു അംഗീകൃത രക്തബാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. IMAയുടെ തന്നെ രക്തബാങ്കിന്റെ കാര്യം പറഞ്ഞു, ഗവൺമെന്റിൽ രക്തബാങ്കുകളുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം സാഹചര്യം വരുമ്പോൾ അങ്ങനത്തെ 100% നമുക്ക് അംഗീകൃതമായിട്ടുള്ള രക്തബാങ്കുകളിൽ നിന്ന് മാത്രം രക്തം സ്വീകരിക്കുക എന്നുള്ള നിലപാടെടുക്കുക. അപ്പോൾ മാത്രമേ നമുക്കത് തടയാൻ പറ്റുള്ളൂ, നമുക്ക് കിട്ടാതിരിക്കാൻ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഈ ഇങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് നമുക്കും ഒന്ന് അന്വേഷിക്കാം, ചോദിക്കാം. അതായത് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ള രക്തം തന്നെയാണോ നമുക്ക് തരുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അത്തരം രക്തബാങ്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവരുടെ കൃത്യമായ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ കാണിച്ചു തരുന്നുണ്ടാവും. ഇത്തരം സാധനങ്ങളാണ് നമ്മൾ എത്രത്തോളം നമ്മളത് മെറ്റിക്കുലസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ രക്തം പരിശോധിക്കുന്ന സമയത്ത് ചികിത്സാ വേളയിലൊക്കെ സൂചി സിറിഞ്ചിന്റെ ഒക്കെ കാര്യം. പണ്ട് കാലത്ത് കുറച്ച് ഒരുപക്ഷെ ഞാനൊക്കെ ഹൗസ് സർജൻസി ചെയ്യുന്ന കാലത്ത് നമുക്ക് ഇത്രയും ഇന്നത്തെ കാലത്ത് പോലെയുള്ള ഡിസ്പോസബിൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും അത്രയും ആയിട്ടില്ല. പണ്ട് കാലത്തൊക്കെ കൂടുതലും നമ്മൾ എന്താ പറയാ തിളപ്പിച്ചെടുക്കുന്ന സ്റ്റെറിലൈസറിൽ ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന സൂചി സിറിഞ്ചൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിനൊക്കെ ഇന്ന് നമ്മുടെ കാലം മാറിയിട്ടുണ്ട്. ഇന്ന് കൂടുതലും ഡിസ്പോസബിൾ സിറിഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും പല സ്ഥലത്തും ഒരു പക്ഷേ മാറ്റി ഉപയോഗിച്ചേക്കാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരിലേക്ക് തെറ്റി ഉപയോഗിച്ചേക്കാം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പലപ്പോഴും കാണപ്പെടുന്ന കാര്യം, നമ്മളുടെയൊക്കെ ഇങ്ങനെ ഡിസ്പോസ് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യപ്പെടാതെ അത് ആളുകൾ തിരിച്ചെടുത്ത് കൃത്യമായിട്ട് അണുനശീകരണം വരുത്താതെ അത് തിരിച്ച് റീപാക്ക് ചെയ്തിട്ട് പോലും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം ആശുപത്രികളും പരമാവധി ഇമേജിന്റെ, അതായത് IMAയുടെ തന്നെ വേറൊരു സംവിധാനമാണ് ഇമേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇത്തരം നശിപ്പിക്കപ്പെടേണ്ട സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോയി കൃത്യമായ രീതിയിൽ നശിപ്പിക്കുക, അണുമുക്തമാക്കുന്ന ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിൽ, പൊതുവെ നമ്മുടെ നാട്ടിനേക്കാളും കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ ഇങ്ങനത്തെ രീതികളൊക്കെ കൂടുതലാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് ഇതിനകത്തൊരു വലിയൊരു പ്രതിരോധമായിട്ട് എടുക്കാവുന്നത്. മയക്കുമരുന്ന് ഉപയോഗം തീർച്ചയായും നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മുൻകാലങ്ങൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ കുറച്ച് കാലയളവിലായിട്ട് വളരെയധികം ഒരു പ്രശ്നമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ അവർക്കും ഇത്തരം ഒരു അവബോധം. എന്തുകൊണ്ട് ഇതിനെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നു, ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പൊ എനിക്ക് വരില്ലല്ലോ എന്നുള്ളൊരു സങ്കല്പം പൊതുവെ പലരുടെ മനസ്സിലുണ്ടാകും. പക്ഷെ നമുക്കറിയില്ല നമ്മുടെ വീട്ടിൽ എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ടാകാമെന്ന്, നമ്മൾ പോലും അറിയാതെ ഉപയോഗിക്കുന്നുണ്ടാകും, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എത്രയോ പേര് ഉപയോഗിക്കുന്നുണ്ടാകാമെന്ന്. കാരണം പൊതുവെ കൂടുതൽ നമ്മുടെ പത്രങ്ങളിലൊക്കെ ന്യൂസുകളിലൂടെ ഒക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റുന്നത് പൊതുവെ ഇതിന്റെ ഒക്കെ ഉപയോഗം കണ്ടുവരുന്നു എന്നുള്ളത്. അപ്പോൾ അഥവാ നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട്, അവരുമായിട്ട് നമുക്ക് സമ്പർക്കം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിക്കൂടായികയില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാനും അവരെയും ബോധവൽക്കരിക്കാനുള്ള കടമ നമുക്കുണ്ട്. ആ ഒരു സംവിധാനം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. ഈ സൂചിയും സിറിഞ്ചും ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് പലരും വിചാരിക്കാം. അങ്ങനെയല്ല, നമ്മളുടെയൊക്കെ പലരുടെയും വീടുകളിൽ ഷുഗറിനൊക്കെ ഇൻസുലിൻ എടുക്കുന്നവരുണ്ടാവും. അപ്പൊ ഇൻസുലിനെ സിറിഞ്ച് ഉപയോഗിക്കുന്നവരുണ്ടാവും, സൂചി ഉപയോഗിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുക. അടുത്തത് അമ്മമാരുടെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നേരത്തെ അമ്മയ്ക്ക് നിന്ന് തന്നെ കുട്ടിക്ക് പകർന്നു വരാന്ന് പറഞ്ഞു. അത് ഇന്നത്തെ കാലത്ത് പൊതുവെ നമുക്ക് അത് വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ആശുപത്രികളും കൃത്യമായി അവരുടെ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ പരിശോധന നമുക്ക് വളരെ സൗജന്യമായി തന്നെ കിട്ടുന്ന ഒരു പരിശോധന തന്നെയാണ്. കൃത്യമായ സമയങ്ങളിൽ അത് ഇടപെടൽ അത് ടെസ്റ്റ് ചെയ്യുകയും അത് കണ്ടെത്തി അതിനനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം രോഗാണു കുട്ടിക്ക് പ്രവേശിപ്പിച്ചാൽ, കുട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടിക്കും ആ രോഗാണു അസുഖം ഉണ്ടാക്കാനും അതിൻ്റെതായിട്ടുള്ള അതിന്റെ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രതിരോധശേഷി കുറയാനും അതിൽ നിന്ന് കുട്ടിക്ക് അണുബാധയും പ്രശ്നങ്ങളും ഉണ്ടാകാനും സാധ്യത കൂടുന്നു. അപ്പൊ നേരത്തെ കണ്ടെത്തി ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാലോ നമുക്ക് ഇതിനൊക്കെ വളരെ ഭംഗിയായിട്ട് തടയാൻ പറ്റും. അപ്പോൾ നമുക്ക് വരുന്നു അടുത്തൊരു കാര്യം, എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് കുറെ തെറ്റിദ്ധാരണകൾ വരും. നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞല്ലോ കുറെ നമ്മുടെ സ്രവങ്ങളിൽ നിന്ന് കിട്ടും അത്, അപ്പൊ അതൊന്നും പാടില്ലല്ലോ, ഇങ്ങനത്തെ സ്രവങ്ങൾ നമ്മൾ വരാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്ന ആ വാക്കിനകത്ത് ഒരു പ്രത്യേക വാക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ മുറിവുകളിലൂടെ കയറി വരുന്നത്. അതായത് നമ്മുടെ തൊലിപ്പുറത്ത് അതിനകത്ത് മുറിവ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന്റെ പുറത്ത് ഇത്തരം രക്തം വന്ന് വീണതുകൊണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതേസമയം നമുക്ക് ആ വന്ന് വീഴുന്ന ഭാഗത്ത് ഒരു മുറിവുണ്ട്, നമ്മുടെ ഇൻടാക്ട് സ്കിൻ എന്ന് പറയും, അല്ലെങ്കിൽ മുറിഞ്ഞിരിക്കുന്ന സ്കിൻ എന്നും പറയും. ആ മുറിഞ്ഞിരിക്കുന്ന സ്കിന്നിന് അടിയിൽ കൂടെ രക്തക്കൊല തുറന്നിരിക്കുക, അതിനകത്ത് കൂടെ കയറിപ്പോകും. അപ്പോൾ നമുക്ക് വരില്ല എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വരുന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് അത് തെളിഞ്ഞ് കാണാൻ പറ്റും. ഒന്ന്,
ഒരാളുടെ കൈ പോയി പിടിച്ചാൽ അയാൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ, ഒരാളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗാണു ഉള്ള ഒരു വ്യക്തിയാണ്, അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താണ്, അയാൾക്ക് ഒരു ചുംബനം കൊടുക്കുമ്പോൾ, അയാൾ ഉപയോഗിച്ച അതേ ടോയ്ലറ്റ് തന്നെ ഉപയോഗിക്കുമ്പോൾ, അയാൾ ഉപയോഗിച്ച എന്താ പറയാ പാത്രം ഉപയോഗിച്ചാൽ, അയാളെ കടിച്ച കൊതുക് എന്നെ വന്ന് കടിച്ചാൽ, അണുബാധയുള്ള ആള് ഉള്ള ആളുടെ വസ്ത്രം ഞാൻ ഉപയോഗിച്ചാൽ, അപ്പൊ സംശയം വരും, സാറല്ലേ പറഞ്ഞത് ചോര വന്ന് കണക്ട് ആയാൽ ശരിയാവും, നമ്മൾ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ കൊതുക് നമ്മളുടെ അടുത്ത് ആ ചോരയല്ലേ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊതുക് കടിച്ചു ശരിയാണ്, കൊതുകിന്റെ അകത്തേക്ക് രോഗാണ് വരുന്നത്, പക്ഷേ ഈ വൈറസിന്റെ പ്രത്യേകത കൊതുകിന്റെ വയറ്റിൽ പോയിട്ട് അതിന് വളരാൻ പറ്റില്ല. അതാണ്. അപ്പോ എന്തുണ്ടായി, അതിനകത്ത് രക്തം കയറിയിട്ടുണ്ടെങ്കിലും ഈ വൈറസിന് അവിടെ വളരാൻ പറ്റുന്നുണ്ട്, വൈറസ് അവിടെ ചത്തുപോകും. അപ്പൊ തിരിച്ചാ കൊതുക് വന്നിട്ട് വേറൊരാളെ വന്ന് കടിക്കുമ്പോൾ എന്തായി, ഈ ചത്ത വൈറസിനെ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്കൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, കുറെ തെറ്റിദ്ധാരണകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളകത്ത് ഉണ്ടാവും. അതിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഞാനൊക്കെ നമ്മുടെ ട്രീറ്റ്മെന്റിന് നമ്മുടെ ഭാഗമായിട്ട് നമ്മുടെ ആശുപത്രിയിലൊക്കെ ഇതുപോലെയുള്ള ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ആരോടും മിണ്ടില്ല, ആരോടും പറയില്ല. അഥവാ ആരെങ്കിലും ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാം ഒരു പ്രത്യേക കണ്ണിലൂടെ കാണുക, അവരെ ഏതോ തൊട്ടുകൂടാൻ പറ്റാത്തവരായിട്ടുള്ള അത്തരം ഒരു ചിന്താഗതിയുണ്ട്. അപ്പൊ അവർക്കൊക്കെ വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ്, ഞങ്ങൾ അവരുടെ കൈ പിടിച്ചിട്ട് അവരെ കൊണ്ടുവന്നിരുത്തും, ഞങ്ങൾ അവരുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തും, ഞങ്ങളുടെ അവരോട് അവർക്കൊരു വിശ്വാസം കൊടുക്കുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ളവരാണ് എന്നുള്ള സാധനം കൊടുക്കാം. പലരും നമ്മുടെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞിട്ടുണ്ട്, സാർ ഇങ്ങനെ ആരും ഞങ്ങളെ ഇതുവരെ തൊടാറില്ല, ഇതാണെന്ന് അറിഞ്ഞിട്ട് മുതൽ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ഞങ്ങളെ ഒറ്റ പോയി, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു ഒരു ഇതിനെക്കുറിച്ച് ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളായിട്ട് ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല. അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വിശ്വാസം അവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ കടമയാണ്. അടുത്ത എന്താ, ഒരു മുറി കിടന്ന് ഉറങ്ങിയാൽ അയാൾ നേരത്തെ പറഞ്ഞ പോലത്തെ അയാൾ ഉപയോഗിക്കുന്ന ഫോൺ ഉപയോഗിച്ചാൽ, അയാളുടെ കൂടി പറഞ്ഞ നേരത്തെ പറഞ്ഞ ടോയ്ലറ്റ്സ് ഉപയോഗിച്ചാൽ പ്രശ്നമില്ല എന്നുള്ള പറഞ്ഞു, തുമ്മലിനൊന്നും പകരില്ല എന്ന് വെച്ചാൽ, അതായത് ഇതൊക്കെ ഈ രോഗാണു എല്ലാം ഈ പറഞ്ഞതിനകത്ത് ഉണ്ടെങ്കിലും അത് വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു വഴിയും കൂടെ വേണം, ആ രക്തമായിട്ട് കോണ്ടാക്ട് വരണം. അതൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ രോഗാണു എന്താണെന്ന് മനസ്സിലാക്കി, രോഗം എവിടെയാണെന്ന് മനസ്സിലാക്കി, എപ്പോഴാണ് എയ്ഡ്സ് എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി, രോഗാണുവിനെ തടയാനുള്ള മാർഗം മനസ്സിലാക്കി, എന്താണ് നമുക്കുള്ള അബദ്ധധാരണകൾ എന്ന് മനസ്സിലാക്കി. അപ്പൊ എയ്ഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എയ്ഡ്സിനെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണ കൂടെ നമുക്കുണ്ടാവണം, എപ്പോഴാണ് നമ്മളൊരു എയ്ഡ്സിലേക്ക് വരിക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു പ്രാഥമിക ഘട്ടമുണ്ട്. HIV അണുബാധ നമ്മുടെ ശരീരത്തിലേക്ക് കയറി എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ അയാൾക്ക് എയ്ഡ്സ് ആയിട്ട്, ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, എയ്ഡ്സ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയില്ല. ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഇയാൾക്ക് ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ 95ന്റെ സ്ട്രാറ്റജിയിലുള്ള ഏറ്റവും വലിയ തടസ്സവും. ഒരാളുടെ ശരീരത്തിൽ കയറിയിട്ട് അയാൾക്ക് ആ ലക്ഷണങ്ങൾ കാണിക്കാത്തതുകൊണ്ടും അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ടും അയാൾ തിരിച്ചറിയില്ല അയാളുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു രോഗാണു ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ ടെസ്റ്റ് ചെയ്യാൻ പോകാൻ സാധ്യത വളരെ കുറവാണ്, പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. പലപ്പോഴും അവർ ടെസ്റ്റ് ചെയ്യാൻ വരുന്നത് നമ്മുടെ ആ ഘട്ടം പിന്നിട്ട് CD4 കൗണ്ട് എല്ലാം കുറഞ്ഞു പോയ ഘട്ടത്തിലായിരിക്കും, ഏറ്റവും കൂടുതൽ പ്രതിരോധശേഷി താഴ്ന്നു നിൽക്കുന്ന സമയത്തായിരിക്കും അവർ വന്ന് അറിയുന്ന പോലും. അപ്പോഴേക്കും നമുക്ക് അയാളെ തിരിച്ചെടുക്കാനുള്ള ഒരു അവസ്ഥ മാറിപ്പോയിട്ടുണ്ടാവും. തൊട്ട് താഴെ നമുക്ക് വിൻഡോ പീരീഡ് ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാണാം, അതൊരു വലിയ പ്രശ്നമാണ്. എന്താണ്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ രോഗമാണ് നമ്മുടെ ശരീരത്തിൽ കയറി നമുക്ക് നമ്മുടെ ശരീരത്തിൽ അത് വളർന്ന് നമുക്കൊരു പ്രശ്നക്കാരനാവാനായിട്ട് കുറച്ച് സമയമാണ്. ഏത് രോഗമാണെങ്കിലും അതിനെ നമ്മൾ ഇൻഫെക്ടിവിറ്റി പീരീഡ് അങ്ങനെയൊക്കെ വിളിക്കും. അപ്പോൾ സാധാരണ ഇപ്പൊ നമ്മൾ കോവിഡ് കൊറോണയിലൊക്കെ പറയാറുണ്ട് അത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എന്നൊക്കെ പറയും. അതുപോലെ ഏത് അസുഖത്തിനും അങ്ങനെയുണ്ട്, നമ്മൾ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്നവരോട് പറയും ആദ്യത്തെ ഒരാഴ്ച പ്രശ്നമാണെന്നൊക്കെ പറയും. അപ്പൊ അതേപോലെ HIV പ്രത്യേകത എന്താ, അത് ഒരാളുടെ ശരീരത്തിൽ കയറിയ വർഷങ്ങളാണ് ഉണ്ടാവാം, ചിലപ്പോൾ മാസങ്ങൾ മുതൽ വർഷങ്ങൾ, ചിലപ്പോൾ 3 ആഴ്ച, ചിലപ്പോൾ 6 ആഴ്ച, ചിലപ്പോൾ ചിലർക്ക് 6 ആഴ്ച, ചിലരിൽ അതിനേക്കാളും എത്രയോ കൂടുതൽ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഈ വിൻഡോ പീരീഡ്. ഇത്ര ഒരു വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞ സംവിധാനം ഈ രോഗാണുവിനുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. കൂടുതൽ ആൾക്കാർ അറിയപ്പെടാതെ ഇതിനകത്ത് ഈ രോഗവും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഇല്ലാത്തൊരു പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു. HIV അണുക്കൾ ശരീരത്തിൽ വേഗം പടരുന്നു, ശരീരത്തിൽ പടർന്ന് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാതെ നിൽക്കുന്നു. എപ്പോഴാണോ പ്രതിരോധ ശേഷിയെ ബാധിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ് അയാൾക്ക് പ്രശ്നം. അത് ഞാൻ ഈ അവസാനത്തെ ലൈനിൽ എഴുതിയിട്ടുണ്ട്, അതായത് 3 മാസം മുതൽ 17 വർഷം വരെ തുടരുന്നുണ്ട്. ഇനി നമ്മൾ എങ്ങനെ പറഞ്ഞു ലക്ഷണങ്ങൾ ഇല്ലാന്നൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ലക്ഷണം, അത് മനസ്സിലാക്കണം. ഈ അണുബാധ കയറിപ്പോയിട്ട് നമ്മൾ പറഞ്ഞ പോലെ ശരീരത്തിന്റെ പ്രതിരോധശേഷി തകർക്കും. പ്രതിരോധശേഷി തകർക്കുമ്പോൾ എന്താണ്, വഴിയെ പോകുന്ന എല്ലാ അസുഖങ്ങളും കയറി വരുന്നു. ഏറ്റവും കൂടുതലായി കാണുന്ന എന്താണ്, ഇതിനകത്ത്
ക്ഷയം കാണാറുണ്ട്. TB, നമ്മൾ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന സാധനം, അതുപോലെ പൂപ്പൽ രോഗം, അതായത് ഫംഗസ് രോഗം, അതിലെ കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞ സാധനം, വായ്ക്കകത്തൊക്കെ വെള്ള നിറത്തിലെ പൂപ്പൽ പോലെയൊക്കെ വരും. അതുപോലെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വരും. ഹെർപ്പസ് അസുഖം ഇതുപോലെ ഒരു വൈറസ് രോഗം തന്നെയാണ്. ന്യൂമോണിയ, ശ്വാസകോശത്തിനെ ബാധിച്ചിട്ട് കടുത്ത ശ്വാസം മുട്ടും ചുമയും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടാകും. ഇതൊക്കെ ഏറ്റവും കോമൺ ആയി വരുന്ന രോഗങ്ങളാണ്. ഇതുപോലെ ഇനി ഒട്ടനവധി രോഗങ്ങൾ ഇവർക്കുണ്ടാകും. അപ്പൊ ഇതൊക്കെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇവരുടെ ശേഷിയെ മാറും, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതാവും. അവര് ഈ പറഞ്ഞ ഓൾറെഡി പ്രതിരോധ ശേഷി ഈ രോഗാണു തന്നെ നശിച്ചു പോയതിന്റെ ഭാഗമായിട്ടുണ്ടാവും, കുറഞ്ഞു പോയിട്ടുണ്ടാവും. അതിന്റെ കൂടാതെ ഈ പുതിയ രോഗങ്ങൾ, അതായത് ക്ഷയവും അല്ലെങ്കിൽ കാൻഡിഡിയാസിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലത്തെ അസുഖം വരുന്നവരോട് എന്താ ആ രോഗം കൂടി ഇവരുടെ ശരീരത്തിൽ പടർത്തും, ഇവര് മറ്റുള്ളവർക്ക് പടർത്താനുള്ള സാധ്യത കൂടുതലായിരിക്കും. എങ്ങനെ ഇതിനെ തിരിച്ചറിയാൻ പറ്റും? അതിനാണ് നമുക്ക് ഒട്ടനവധി ടെസ്റ്റുകളുണ്ട്. അതിൽ നമ്മുടെ ചെറിയ കുഞ്ഞ് ടെസ്റ്റ് എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു ടെസ്റ്റ് മുതൽ വലിയ വലിയ ടെസ്റ്റുകൾ വരെ ഉണ്ട്. അതിനെ വിളിക്കുന്ന പല പല പേരുകൾ ഇട്ട് വിളിക്കാറുണ്ട്. നിങ്ങളിൽ സയൻസ് ഗ്രൂപ്പ് ഒക്കെ ഉള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. എലീസ ടെസ്റ്റ് എന്നും വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്നും PCR ടെസ്റ്റ് എന്നൊക്കെ. നമ്മൾ PCR കുറിച്ച് ഇപ്പോൾ എല്ലാവരും പൊതുവെ കേട്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും RT-PCR എന്ന് പറയുന്നത്. നമ്മൾ കോവിഡിനൊക്കെ ചെയ്യുന്ന ടെസ്റ്റാണ് RT-PCR. അതേപോലെ തന്നെയുള്ള ടെസ്റ്റ് തന്നെയാണ് ഇത്. അപ്പൊ HIV ഈ പറഞ്ഞ വൈറസിനും ഇതേപോലത്തെ തന്നെ ടെസ്റ്റുകൾ തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ തെറ്റിദ്ധാരണകളിലേക്ക് ഒന്നുകൂടി ഓടുകയാണ്. അതായത് ഷെയ്ക്കാൻഡ് കൊടുത്തുകൊണ്ട് പകരുന്നുള്ളതൊന്നും ഒരിക്കലും ആരും മനസ്സിൽ വിചാരിക്കണം. അയാളുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു വിചാരിക്കരുത്. കൊതുക് കുത്തുന്നു പറഞ്ഞുകൊണ്ട് വിചാരിക്കരുത്. രക്തദാനം സ്വീകരിച്ചാൽ കിട്ടും എന്നല്ല, രക്തദാനം കൃത്യമായി അത് പരിശോധിക്കപ്പെടാത്ത രക്തമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ മാത്രമാണ് കിട്ടുക. ഈ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തി, ഇത് കുറച്ച് ഒരു പ്രശ്നമുള്ള കാര്യമാണ്. HIV പോസിറ്റീവായ വ്യക്തി മറ്റൊരു HIV പോസിറ്റീവായ വ്യക്തിയുമായിട്ട് സുരക്ഷിതമല്ലാത്ത ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് സുരക്ഷിതമാണെന്ന്. അതായത് അയാൾ പോസിറ്റീവാണ്, മറ്റൊരാളായിട്ടുള്ളത് ഇതാകുന്നതുകൊണ്ട് അതിനകത്ത് പ്രശ്നം അങ്ങനെയല്ല. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടുകളിനകത്തും വ്യത്യാസം ഉണ്ടാവാം, അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ചികിത്സിച്ച് മാറ്റാം, പക്ഷെ എയ്ഡ്സ് സാധിക്കില്ല. അങ്ങനെയല്ല, എയ്ഡ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പിടിച്ചു നിർത്താൻ പറ്റും കൃത്യമായ ചികിത്സ. അതാണ് ഞാൻ 95-ലെ 3-ാമത്തെ സ്ട്രാറ്റജി ആയിട്ട് പറഞ്ഞത്. അതായത് രോഗാണു ഉണ്ടെന്ന് അറിഞ്ഞു, അതിന് ചികിത്സ തുടങ്ങി, ആ ചികിത്സിച്ച് മുന്നോട്ട് പോകുന്നു, അങ്ങനെ അതിന്റെ കൗണ്ടിനെ കുറച്ച് നിർത്തുന്ന അവസ്ഥ. അതിനെയാണ്. പക്ഷെ അതും നമ്മൾ കൃത്യമായി ചെയ്താൽ. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം വെച്ചാൽ ഒട്ടനവധി ആൾക്കാർ ഇടയ്ക്ക് വെച്ച് ചികിത്സ നിർത്തി പോകുന്നവരുണ്ട്. അത് വലിയൊരു ഭീഷണി തന്നെയാണ് നമ്മൾക്കും ഈ പറയുന്ന രോഗം പിടിപെട്ടവർക്കും. അടുത്തൊരു വലിയൊരു പ്രശ്നമാണ് എന്റെ ഇത് ഫലം രഹസ്യമായി വെക്കരുത്, കാരണം മറ്റുള്ളവരെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് അതെല്ലാം കൃത്യമായ സപ്പോർട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്. നിങ്ങളുടെ രഹസ്യമായി വെക്കുന്നത്, കാരണം ഗവൺമെന്റ് ലോ തന്നെയുണ്ട്, നിങ്ങൾ ഒരിക്കൽ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെയാണ് ആദ്യം അറിയിക്കേണ്ടത്. ആ നിങ്ങൾക്ക് ഒരു സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിൽ നിന്ന് അല്ലാതെ വേറൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് കൃത്യമായി തന്നെ നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും പ്രൈവസി കൊടുത്തുകൊണ്ടാണ് ഈ രോഗത്തിന് നമ്മൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലും. അപ്പൊ അതിനെക്കുറിച്ച് ധാരണയില്ലാതെ പലപ്പോഴും പലരും അതിനകത്ത് ടെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷന്റെ പുറത്ത് പലപ്പോഴും ടെസ്റ്റ് ചെയ്യാതെ പോകുന്നവരും ഉണ്ടാവും. ഇവരെ സംരക്ഷിക്കുന്ന ഒരു അപകടം, കാരണം ഞാൻ ആ സ്റ്റിഗ്മ എന്ന് പറഞ്ഞൊരു വിഷയം അതിനകത്തുണ്ട്. ഇവരെ ഇങ്ങനെ പോയവരാണ്, ഇങ്ങനെ, അതായത് കുറെ തെറ്റിദ്ധാരണ. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ സുരക്ഷിതമായ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു, അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഇവരെ ഒന്നും സംരക്ഷിക്കാൻ പാടില്ല, ഇവർക്കൊക്കെ അങ്ങനെ വന്നവരല്ലേ എന്നുള്ള കൺസെപ്റ്റിൽ അവരെയൊക്കെ തൊട്ടുകൂടാത്തവരാണെന്നുള്ള ഒരു പിടിച്ചു മാറ്റുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ അതൊന്നും അല്ല വേണ്ട, കാരണം അവരും ചിലപ്പോൾ അറിയാതെ കിട്ടിയവരുണ്ടാകും, അവരുടെ മനസ്സറിവ് പോലും ഇല്ലാതെ കിട്ടിയവരുണ്ടാകും, കൊച്ചു കുട്ടികൾക്ക് വരെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരം ആൾക്കാരെ നമ്മൾ പിടിച്ചു മാറ്റുകയോ മാറ്റി നിർത്തുകയോ അതൊന്നും അല്ല ചെയ്യേണ്ട. അവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് നല്ലൊരു സംരക്ഷണം കൊടുത്ത്, അവർക്കൊരു നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത്, അവർക്ക് നല്ല പോഷക ആഹാരം കൊടുത്ത് അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതിനൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്നുണ്ടാവുക കൃത്യമായി ചെറുപ്പത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലും, നമ്മൾ ഈ ഇപ്പോൾ നടത്തുന്ന ക്ലാസ്സുകൾ പോലും ഇത്തരം ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യം തന്നെ. അപ്പൊ പലർക്കും അങ്ങനെ ഒരു അതിനകത്തും തെറ്റിദ്ധരണം, അങ്ങനെയൊക്കെ കൊടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഒരു അനാവശ്യമാണ്, ഈ പ്രായത്തിലൊന്നും കൊടുക്കേണ്ട കാര്യമല്ല, പ്രത്യേക താല്പര്യങ്ങളിലേക്ക് അതിന് വഴിവെക്കും. അങ്ങനെയൊന്നുമല്ല, നമുക്ക് അറിവ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നല്ലൊരു അറിവ് കിട്ടിയാൽ നമ്മളെല്ലാവർക്കും കൂടുതൽ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നത് നല്ലൊരു കാര്യങ്ങളായിരിക്കും. ആ ഒരു തെറ്റിദ്ധാരണകളെല്ലാം നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ഇതൊക്കെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചുള്ള സ്ത്രീകൾ ചോദിക്കുന്നത് പോലും തെറ്റാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരങ്ങനെയല്ല, അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതികളൊക്കെ ഉണ്ട്. അവർ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത്. ഇതൊക്കെ ആ പങ്കാളികളിൽ പലപ്പോഴും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ ആ ഒരു കാഴ്ചപ്പാടുകൾ മാറി വരിക എന്നുള്ളത്. ഒരു പക്ഷെ ഇന്നത്തെ കാലത്ത് കുറെയൊക്കെ മാറ്റങ്ങളുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു ഇതിന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, ഇന്നും മാറിയിട്ടില്ല എന്നല്ല, ഇപ്പോഴും ഉണ്ടെങ്കിലും
കുറെയൊക്കെ മാറ്റങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഈ അറിവ് കിട്ടുന്തോറുമാണ് നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ ഒരു ചരിത്രത്തിലേക്ക് നോക്കുവാണെങ്കിൽ എന്താണ് ഡോക്ടർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അമേരിക്കയിലായിരുന്നു 1981 വെച്ചിട്ടാണ്. ഇങ്ങനെ ഒരു പേരിട്ട് കൊടുത്തത് 82-ല്, എയ്ഡ്സ് എന്നൊരു പേരിട്ട് കൊടുത്തു. അതിനെ തിരിച്ചറിയുന്ന 83-ലായിരുന്നു. അതായത് ആ കുഞ്ഞൻ വൈറസിനെ തിരിച്ചറിയുന്ന HIV എന്ന വൈറസിന് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 86-ല്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1986-ലാണ്. നിങ്ങളുടെ ക്യുസുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 87-ലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. അതുപോലെ മുംബൈയിലൊക്കെ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആദ്യത്തെ കേസുകളൊക്കെ അവിടെയായിരുന്നു, ചെന്നൈ, മുംബൈ, പിന്നെ മണിപ്പൂരിലൊക്കെ ആയിട്ടാണ്. HIV-യുടെ ഇതിൽ നിന്ന് ഇനി എന്തൊക്കെ, നമ്മൾ എന്താണ് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇത്രയും ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഇതിനെക്കുറിച്ച് വളരെയധികം ന്യൂസും അല്ലെങ്കിൽ വളരെയധികം പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. എന്താണ് കാരണം? ഇത് കൂടുതലും ബാധിക്കുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, 15-45. അപ്പൊ പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? അവരാണ് ഓരോ കുടുംബത്തിന്റെയും അത്താണികൾ. അവരാണ് ആ കുടുംബത്തിന് അടുത്ത തലമുറയിലേക്ക് അവർക്ക് റിസോഴ്സസ് ഉണ്ടാക്കിയെടുക്കുന്നവർ, ജോലി ചെയ്ത് നിലനിൽപ്പ് തന്നെ ഒരു അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ആൾക്കാർ. അപ്പോൾ ഈ പ്രായത്തിൽ ഈ രോഗാണു പിടിപെട്ടാൽ നമ്മൾ പറഞ്ഞു പ്രതിരോധശേഷി താഴ്ന്നു പോകും, അവർക്ക് മറ്റു രോഗങ്ങൾ പിടിപെടും. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ അങ്ങനെ കൃത്യമായി ചികിത്സയും കൂടെ തേടാണ്ടാവുമ്പോൾ എന്തായി, അവരെപ്പോഴും രോഗവും രോഗത്തിന്റെ ചികിത്സയായിട്ട് ഓടി നടക്കുകയായിരിക്കും. അപ്പൊ ആ വീട്ടിന്റെ സാമ്പത്തിക ശേഷി തന്നെ തകർന്ന് തരിപ്പണമാകും, വീട്ടുകാരുടെ നിലനിൽപ്പ് തന്നെ തകർന്ന് തരിപ്പണമാകും, അവരുടെ ഒരു ബന്ധങ്ങൾക്ക് പോലും മാറ്റങ്ങൾ ഉണ്ടാകും. പലരും ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോകും. അതോടുകൂടി അവരുടെ വീട്ടുകാർ ഒറ്റപ്പെടും. അനാഥ ബാല്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും. വിധവകളുടെ എണ്ണം കൂടും. അതായത് ഭർത്താക്കന്മാരാണ് മരിച്ചു പോകുന്നതെങ്കിൽ ട്രീറ്റ്മെന്റ് കൃത്യമായി നടക്കാതാകുമ്പോൾ. അപ്പൊ ഇതൊക്കെ ഒരു രാജ്യത്തിന്റെ തന്നെ പുരോഗതിക്ക് വളരെയധികം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു വിമൻസ് കോളേജാണ്, എന്താണ് നിങ്ങളിലേക്കൊരു സ്പെഷ്യലായിട്ട് ഇതുമായിട്ട് ഈ രോഗവുമായി ബന്ധമായിട്ട് പറയാനുള്ളത്? പൊതുവെ സ്ത്രീകൾക്കാണ് ഈ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ ഇഞ്ചുറി, അതായത് മുറിവുകൾ വരാൻ സാധ്യത കൂടുതലെന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. അവരുടെ ശരീരത്തിന്റെ ഘടന കൊണ്ടുള്ള പ്രശ്നമാണത്. അപ്പൊ അത്തരം മുറിവുകൾ ഉണ്ടാകുമ്പോൾ ആ മുറിവിലൂടെ കിട്ടാൻ സാധ്യതയും അവർക്കാണ് കൂടുതൽ. നമ്മൾ നേരത്തെ കണക്കിൽ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, മൊത്തമുള്ളതിൽ 44% പേര് സ്ത്രീകളാണെന്നുള്ള റിപ്പോർട്ട് പറഞ്ഞു. അത് ഈ ഒരു കാരണം കൊണ്ടും കൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല പലപ്പോഴും അവർക്ക് ഇതുപോലെ ഒരു പ്രൊട്ടക്ഷൻ, അതായത് ലൈംഗിക ബന്ധത്തിന്റെ പ്രൊട്ടക്ഷൻ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആവശ്യപ്പെടുന്നതിന് വളരെയധികം നമ്മുടെ കാലങ്ങളോളം, ഇപ്പോ കാലം മാറി വരുന്നുണ്ട്, പക്ഷെ മുൻകാലങ്ങളാണെങ്കിലും ഇപ്പോഴും പല സ്ഥലങ്ങളിലാണ് അവർക്ക് ഒരു വോയിസ് ഇല്ലാത്തൊരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു പുരുഷന്മാരുടെ ഒരു ആധിപത്യം അവരുടെ മേലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുപോലെ അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട് പലപ്പോഴും. അപ്പൊ അത്തരം അവസ്ഥകളിലൂടെ തന്നെ ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ട്. കാരണം പ്രൊട്ടക്ഷൻ ഇല്ലാതെ ആയിരിക്കും അത്തരം അതിക്രമങ്ങൾ നടക്കുന്നുണ്ടാവുക. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേയുള്ള വിവാഹം നടക്കുന്ന അവസ്ഥകൾ, അവരൊക്കെ ഇതുപോലുള്ള പ്രശ്നം, ജോലി സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇനി നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു പോയി, അതായത് കോണ്ടം ഉപയോഗിക്കണമെന്ന് പങ്കാളിയോട് പറഞ്ഞു പോകുമ്പോൾ പലപ്പോഴും അത് ഇവരിങ്ങനെ പറയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള പലപ്പോഴും ഇതുണ്ട്. നമ്മൾ ഇതൊക്കെ പറയുന്നത് നമ്മളുടെ തന്നെ കൗൺസിലിംഗ് സെന്റേഴ്സിൽ വരുന്നവരിൽ നിന്നുള്ള റെസ്പോൺസുകളിൽ നിന്നുള്ള കണക്കുകൾ വെച്ചിട്ട് തന്നെയാണ് ഈ ഓരോ വാക്കുകളും പറയുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മാറി വരാൻ ഒരു അവസ്ഥ ഉണ്ടാവണം. കാരണം അത് ബോധ്യം വന്നാലേ നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടല്ലോ. അവര് വേണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള ഇത്തരം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായും ഉണ്ടാവുന്നത്. അതുപോലെ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ശീലമാക്കിയവരുടെ പങ്കാളികൾക്കുള്ള അണുബാധ അവർക്കും സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇതിനൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രശ്നം വരില്ല എന്നുള്ള ചിന്തയിലല്ല. എന്റെ കൂടെയുള്ളവർ, എന്റെ വീട്ടിലുള്ളവർ, എന്റെ പരിചയത്തിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇതുപോലെ തന്നെയുള്ള അവർക്ക് ഇത്തരം ശീലങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ രക്താണുക്കൾ നമ്മളെ രക്താണുക്കളായിട്ട് കോണ്ടാക്ട് വന്നാലും നമുക്ക് കിട്ടിപ്പെടാം. അപ്പൊ ആ ഒരു പ്രത്യേക കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വേണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെ മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അപ്പൊ നമുക്ക് ഇതിനെ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഒരു ഏകദേശം നമ്മളൊരു ഇതിന്റെ ഒരു ധാരണ ആയി കഴിഞ്ഞു. അതായത് എയ്ഡ്സ് എന്താണെന്നും രോഗം എന്താണെന്നും എങ്ങനെ ചെറുക്കാമെന്നും എന്തൊക്കെ നേടാമെന്നും ഉള്ള ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിൽ നിന്ന് ഞാൻ നമ്മുടെ ഗവൺമെന്റ് രീതികളിൽ എന്താണ് സംഭവിക്കുന്നുള്ളതിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു കുഞ്ഞു വാക്ക്, ഈ ഒരു വാക്ക് എല്ലാവർക്കും
വായിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്പ്രെഡ് ലവ് എവരിവെയർ യു ഗോ, ലെറ്റ് നോ വൺ എവർ കം ടു യു വിത്തൗട്ട് ലീവിങ് ഹാപ്പിയർ. ഈ ഒരു കാര്യം ഇന്നും ഞാൻ പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇത്തരം കുറെ വാക്കുകൾക്ക് ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതേ കാര്യം തന്നെ എൻ്റെ ഈ കുഞ്ഞനിയത്തിമാർക്ക് എല്ലാവർക്കും ഞാൻ തരാനും ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഒരു ജീവിതശൈലി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഭംഗിയായിട്ട് വരുത്താനും പറ്റും. അപ്പൊ എന്താണ് നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് വരുവാണ്, എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ ഗവൺമെന്റ് കിട്ടുന്നത്? അപ്പോൾ നാക്കോ എന്ന സംവിധാനം, കെസാക്സ്, കേരളത്തിലെ കെസാക്സ് എന്ന് പറഞ്ഞ നമ്മുടെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഉണ്ട്. അവരിലൂടെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് കിട്ടുക? നമുക്ക് നമ്മുടെ ആശുപത്രികളിൽ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 95% പേരെങ്കിലും ടെസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ എവിടെ പോയി ടെസ്റ്റ് ചെയ്യും? അതിനാണ് നമ്മുടെ എല്ലാ സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇതിനു വേണ്ടി ടെസ്റ്റിംഗ് സെന്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ജ്യോതിസ് എന്ന് പറയുന്നത്, ICTC എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങൾ. അവിടെ എന്താ നടക്കുന്നത്? ഏതൊരാൾക്കും നേരെ വന്നിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. എങ്ങനെ? അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുക. ഒരു ഡോക്ടറുടെയോ ആരുടെയും ചീട്ട് പോലും വേണ്ട. നിങ്ങൾക്ക് നേരെ വന്ന് അവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത്, അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് തരും, നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് എടുക്കും. എടുത്തതിന് ശേഷം അവസാനം ഒരു തീരുമാനത്തിലെത്തും, ടെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. നിങ്ങളുടെ തീരുമാനത്തിനാണ് ഈ മുൻഗണന. നിങ്ങൾ ഓക്കെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് നടത്തും. ടെസ്റ്റ് നടത്തി പിന്നെയാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പോലും നിങ്ങളെയാണ് ആദ്യം അറിയിക്കുക. അതിനകത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. പോസിറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങളുടെ അനുവാദം കിട്ടിയിട്ട് മാത്രമേ അടുത്ത ആൾക്കാരിലേക്ക് പോകുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ജ്യോതിസ്. നമ്മുടെ എല്ലാ സർക്കാർ ആശുപത്രികളിലും, മെയിൻ ആയിട്ടുള്ള സർക്കാർ ആശുപത്രികളിൽ ഈ സംവിധാനമുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ വന്ന് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ജ്യോതിസിലൂടെ നമ്മൾ ഇത്തരം ഇത് ടെസ്റ്റ് നടക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അമ്മമാരുടെ കാര്യം പറഞ്ഞു. അപ്പൊ അമ്മമാരൊക്കെ നമ്മുടെ ഇവിടെ OP-യിൽ ഗർഭിണികളായിട്ട് വരുന്ന സമയത്ത് അവരുടെ ഗർഭണ കാലയളവിലുള്ള ടെസ്റ്റുകൾ നടക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ഈ കേന്ദ്രത്തിലൂടെയാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണ്, ഈ ടെസ്റ്റ് തീർത്തും സൗജന്യമായിട്ടാണ് ടെസ്റ്റ് നടക്കുന്നത്. ആർക്കും പൈസ ചെലവില്ല ഗവൺമെന്റിലെ ഇത്തരം ജ്യോതിസ് ലാബുകളിലൂടെ ചെയ്യുമ്പോൾ. അത് കൃത്യമായിട്ട് ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആൾക്കാരുടെ ആ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെ അതിനകത്ത് വരും. അടുത്തൊരു കാര്യം എന്താ, നമ്മൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തു, അപ്പോൾ എവിടെയോ പോസിറ്റീവ് കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ ഇനി എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അടുത്ത 95 ചികിത്സ തുടങ്ങണം അല്ലെ. അപ്പൊ ചികിത്സ എന്ത് ചെയ്യാം? അതിനാണ് ഗവൺമെന്റ് അടുത്തൊരു സെന്റർ ഉണ്ട്, പുലരി എന്ന് പറയുന്നത്. എല്ലാ ഗവൺമെന്റ് മെയിൻ ആശുപത്രികളിലും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ഇതൊക്കെ ആയിട്ട്. അപ്പൊ ഈ പുലരിയിലൂടെ എയ്ഡ്സ് മാത്രമല്ല ചികിത്സ നടക്കുന്നത്, ലൈംഗിക രോഗങ്ങളുണ്ട്. പലതരം ലൈംഗിക രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പൊ ആ ലൈംഗിക രോഗത്തിന്റെ ചികിത്സയും ആവശ്യമാണ്. കാരണം എന്താ, ഇത്തരം ലൈംഗിക രോഗം പിടിപെടുമ്പോൾ നമുക്ക് പ്രതിരോധശേഷി താഴ്ന്നു പോകാം. അങ്ങനെയും നമുക്ക് മറ്റു രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്, പങ്കാളികൾക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിലൂടെയും ഈ പറയുന്ന HIV രോഗമാണ് കയറി വരാൻ സാധ്യതയുണ്ടാവും. അപ്പൊ അതിനൊക്കെ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ആണ് പുലരി. നമ്മൾ പല പേരുകളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ജ്യോതിസ്, പുലരി. പുലരിയിൽ ഇത്തരം ലൈംഗിക രോഗത്തിന് ചികിത്സ നേടാനായിട്ട് നമ്മുടെ എല്ലാ മെയിൻ ആശുപത്രികളും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇതുപോലെ നിങ്ങൾക്കുള്ള അറിവ് പകർന്നു തരികയും ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ് സംവിധാനം ഒരുക്കി തരികയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു സംവിധാനമാണ് സുരക്ഷ. ഞാൻ സാധ്യതകൾ പറഞ്ഞപ്പോൾ ബ്ലഡിന്റെ കാര്യം പറഞ്ഞു, ഡ്രഗ് യൂസിന്റെ കാര്യം പറഞ്ഞു. 44% സ്ത്രീകളുടെ കണക്ക് പറഞ്ഞു ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതൊക്കെ ചെയ്തു പോയ കണക്കിലേക്ക് ചെന്ന് പോയപ്പോൾ ഒരു പ്രത്യേക തരം ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്സ് വർക്കേഴ്സ്, അതായത് ലൈംഗിക തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ, ട്രക്ക് ഡ്രൈവേഴ്സിന്റെ ലെവലിൽ വരുന്ന അത്തരം ആൾക്കാർ ഇടപാടുകാരായിട്ട് വരുന്ന ഏരിയകളിൽ, നമ്മുടെ സ്വവർഗരതി ശീലമാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും, മയക്കമരുന്ന് കുത്തിവെക്കുന്ന ശീലമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പലരും ഇതുപോലത്തെ അസുഖം പിടിപെട്ടിട്ട് മരിച്ചു വീഴാണ്, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, സർക്കാർ അവരെയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് അവരെ പ്രത്യേകമായി കണ്ടെത്തി അവർക്ക് കൃത്യമായി ചികിത്സ നടത്താനുള്ള, അവർക്ക് കൃത്യമായി ടെസ്റ്റുകളൊക്കെ ചെയ്യാനുള്ള സംവിധാനം. അതിനാണ് ടാർഗറ്റ് ഇന്റർവെൻഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അവരെ കണ്ട് ചെയ്യുന്ന രീതികൾ. അപ്പൊ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സംഘടനകളിലൂടെ അവരുടെ സംവിധാനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ബോധവൽക്കരിച്ച് അവർക്ക് ടെസ്റ്റ് നടത്തി അവർക്ക് ട്രീറ്റ്മെന്റ് ഒരുക്കി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം. അതിനാണ് നമ്മൾ ഈ സുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ലക്ഷ്യമാക്കുന്നത് കൃത്യമായിട്ട് ഒരാളെ കണ്ടെത്തി തേടിപ്പിടിച്ച് അവർക്ക് ടെസ്റ്റ് ചെയ്ത് അവർക്ക് ചികിത്സ കൊടുത്ത് എങ്ങനെയെങ്കിലും നമ്മുടെ 95 കണക്കിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഉഷസ് എന്ന് പറയുന്ന സെന്റർ, ഇതാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ട്രീറ്റ്മെന്റ് സെന്റർ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ
ചികിത്സ തേടി അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തി പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി. ഇനി അതിനൊരു ചികിത്സ വേണമല്ലോ. അത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഉഷസ് അല്ലെങ്കിൽ ART സെന്റർ എന്ന് പറഞ്ഞാൽ. ഇവിടെ ചെല്ലുമ്പോൾ ഏതൊരാളെയും പോസിറ്റീവ് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു റെഫറൻസ് കൊടുത്ത് വിടുന്നത് ഈ സെന്ററിലേക്കാണ്. അവിടെ വിട്ട് അവർക്ക് കൃത്യമായ കൗൺസിലിംഗ് ഉണ്ടാവും, കൃത്യമായ മേൽനോട്ടം ഉണ്ടാവും, ഡോക്ടേഴ്സിന്റെ കംപ്ലീറ്റ് സേവനം ഉണ്ടാവും. അവരുടെ ഓരോ രോഗത്തിനുള്ള ചികിത്സകൾ അവിടെ നടക്കുന്ന എല്ലാ മരുന്നുകളും കൊടുക്കുകയും ചെയ്യും. അതിലൊരു പ്രത്യേകത എന്താ, ഈ മരുന്നുകളെല്ലാം തന്നെ സൗജന്യമായിട്ടാണ് സർക്കാർ അവർക്കും ഒരുക്കി കൊടുക്കുന്നത്. അങ്ങനെ അവരൊക്കെ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ, ലൈഫ് ലോങ് അവർ കഴിക്കണം. നമ്മുടെ മൂന്നാമത്തെ 95 ലൈഫ് ലോങ് കഴിക്കണം. എന്നാൽ മാത്രം അവർക്ക് അതിന് മെച്ചപ്പെടുത്തി അതിന് ഒരു എയ്ഡ്സിന്റെ മൂർധന്യത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ അവരെ പിടിച്ചു നിർത്താന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം ജീവിതത്തിൽ മുഴുവനായിട്ട് നമ്മളൊരു 5 ദിവസത്തെ പനിക്ക് കഴിക്കുന്ന മരുന്ന് പോലും നമ്മൾ പലരും 3 ദിവസമൊക്കെ കഴിച്ച് നിർത്താറുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ അതിന് പോലും അവരെ പിടിച്ചു നിർത്തി അവർക്ക് വേണ്ട ഒരു എൻകറേജ്മെന്റ് ഒക്കെ കൊടുത്തോണ്ട് കൊണ്ടുപോകാനായിട്ടാണ് ഇത്തരം സെന്റേഴ്സിലൂടെ അതിലെ കൗൺസിലേഴ്സിനും കൊണ്ടും അവിടുത്തെ ഡോക്ടർമാരെ കൊണ്ടാണ് അല്ലെങ്കിൽ അവിടുത്തെ ബാക്കി സ്റ്റാഫിനെ കൊണ്ടാണ് നടക്കുക. അപ്പൊ അത്തരം ഒരു സെന്ററാണ് ഉഷസ്. അപ്പൊ നമ്മൾ ജ്യോതിസ് പറഞ്ഞു, പുലരി പറഞ്ഞു, ഉഷസ് പറഞ്ഞു, സുരക്ഷ പറഞ്ഞു. അടുത്ത സാധനമാണ് കമ്മ്യൂണിറ്റി കെയർ സെന്റർ. ഇത്തരം ആൾക്കാർക്ക് ഒരു ഈ ട്രീറ്റ്മെന്റ് നടന്നതിന് ശേഷം അവർക്ക് ഒന്നുകൂടി അവർക്ക് മെച്ചപ്പെട്ട ഒരു സേവനം കൊടുക്കാനായിട്ട് അവരെ ഒരു നല്ല കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രമമായിട്ട് കഴിക്കുന്നു എന്നും അതിനൊക്കെ ഉള്ള ഒരു പോഷകാഹാരത്തിന്റെ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാലും അവർക്കുള്ള ആനുകൂല്യങ്ങൾ അറേഞ്ച് ചെയ്യാലും അങ്ങനെയൊക്കെയുള്ള തരം ഒരു സെന്ററുകൾ വേണം. അതിനാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി കെയർ സെന്റർ നമ്മുടെ എല്ലാ സ്ഥലത്തും ഇല്ല, ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ സെന്റേഴ്സ് നമ്മുടെ നാട്ടിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് പ്രത്യാശാ കേന്ദ്രം. അതായത് ഏതൊരു രോഗം പിടിപെട്ടാലും അവർക്ക് പിന്നെ മുന്നോട്ട് ജീവിച്ചു പോകണം. ജീവിച്ചു പോകണമെങ്കിൽ അവർക്ക് ജോലി വേണം. ആ ജോലി വേണമെങ്കിൽ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള അവരുടെ വിദ്യാഭ്യാസ രീതി അനുസരിച്ചുള്ള ജോലികൾ അറേഞ്ച് ചെയ്യണം. അപ്പൊ അത്തരം കാര്യങ്ങൾ ശീലിപ്പിക്കുന്ന സ്ഥലമാണ് ഈ പ്രത്യാശ. ആ വാക്കിൽ തന്നെ കിടക്കുന്നത് ഒരു ആശ കൊടുക്കുന്ന രീതി. അതിനെ നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന വാക്ക് ഓമന പേരിട്ട് വിളിക്കുന്നു. അപ്പൊ തൊഴിലധിഷ്ഠിത പരിശീലനങ്ങളൊക്കെ ഇത്തരം കേന്ദ്രങ്ങൾ നടത്തി അവർക്ക് കൂടുതൽ മുന്നേറാനായിട്ടുള്ള ഒരു അനുഭവങ്ങളും കാര്യങ്ങളും പങ്കുവെച്ചു കൊടുക്കുന്നുണ്ട്. പല സംഘടനകളിലൂടെയാണ് ഈ കാര്യങ്ങൾ ഇതിന് സർക്കാരിന്റെ ഗ്രാൻഡോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ അത്തരം കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഏതൊരു ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു രോഗത്തിന് വേണ്ടിയിട്ട് എത്രയധികം സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിൽ സർക്കാർ ഒരുക്കി തന്നിരിക്കുന്നത്. ഇതെല്ലാം ഓരോന്നും തിരിച്ചറിഞ്ഞിട്ട് കൃത്യമായിട്ട് അതിനെ എത്തിക്കുക, ആൾക്കാരെ അറിയിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഓരോരുത്തരും ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെന്ത് ചെയ്യണം, പരമാവധി ആൾക്കാർ പോയി ടെസ്റ്റ് ചെയ്യണം. എനിക്ക് വരില്ലല്ലോ, ഞാൻ ഇങ്ങനെ അല്ലല്ലോ എന്നാരും ചിന്തിക്കരുത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാൻ സാധ്യതയുള്ളത് ഒരു രോഗം തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ടെസ്റ്റിംഗ് നടത്താൻ ശ്രമിക്കുക. 2, അങ്ങനെ ടെസ്റ്റിംഗ് നടത്തിയതിനു ശേഷം രോഗം ഉണ്ടെന്ന് അറിഞ്ഞാലോ കൃത്യമായിട്ട് ചികിത്സ തേടാൻ ശ്രമിക്കുക. അതിനെവിടെ പോവാം, നമുക്ക് നമ്മുടെ തന്നെ സർക്കാർ ആശുപത്രികളിൽ ഉഷസ് എന്ന് പറയുന്ന കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ പുലരി കേന്ദ്രമുണ്ട്. അവിടെയും ചികിത്സക്ക് തേടാം, ചികിത്സ തുടങ്ങി വെക്കാം, മുന്നോട്ട് പോയി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരും കേന്ദ്രങ്ങളുണ്ട്. ഇനി അതുപോലെ ടാർഗറ്റഡ് ഗ്രൂപ്പ് ഉണ്ടോ, നമുക്ക് അറിയാവുന്ന ഒരു ടാർഗറ്റഡ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുണ്ടോ, അവരെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാം. അതിനും ഇത്തരം സംവിധാനങ്ങളൊന്നും അവരെ അറിയിച്ചും കൊടുക്കാം. അപ്പൊ ഇന്നിപ്പോ ഈ സ്ലൈഡിൽ കാണുന്ന നമ്മൾ ലാസ്റ്റ് സ്ലൈഡുകളിലേക്ക് എത്തി. ഈ സ്ലൈഡിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. December 1-ാം തീയതിയാണ് നമ്മൾ ഇന്നത്തെ ദിവസമാണ് വേൾഡ് എയ്ഡ്സ് ഡേ. ഞാൻ ആദ്യം പറഞ്ഞു കാണുന്നുണ്ടോന്ന് ചോദിച്ചു. ഇപ്പൊ ഇട്ടിരിക്കുന്നത് അതിന്റെ ഒരു എല്ലാതൊരു പിക്ചറാണ്. അതായത് ഈ കൊല്ലത്തെ നമ്മൾ ഈ സ്പെഷ്യൽ ഡേയ്സ് ആചരിക്കുന്നതിനൊക്കെ ഒരു തീം ഉണ്ടാവും, സ്പെഷ്യൽ തീം ഉണ്ടാവും. അതുപോലെ ഈ കൊല്ലത്തെ തീമാണ് ഗ്ലോബൽ സോളിഡാരിറ്റി ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ഈ പറഞ്ഞ പോലെ അവർ ഒറ്റപ്പെട്ടവരല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ആൾക്കാരേ അല്ല, അവരെ നമ്മൾ കൂട്ടിച്ചേർത്ത് നമുക്കുടെ ഉത്തരവാദിത്തത്തിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. അവർക്ക് ചികിത്സ കിട്ടുന്നെന്ന് ഉറപ്പാക്കണം, അവർക്ക് പോഷകാഹാരങ്ങൾ കിട്ടുന്ന ഉറപ്പാക്കണം, അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നെന്ന് ഉറപ്പാക്കണം, അവർക്ക് ഒറ്റപ്പെട്ട് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം, കൂടെ നിർത്തണം. പലപ്പോഴും നമ്മൾ പല പരസ്യങ്ങളും കാണാറുണ്ട്. പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നു, അതിനെ തുടർന്ന് ഒന്നടങ്കം മൊത്തം ഓഫീസിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അപ്പൊ മുതലാളി അവരെ തിരിച്ചു വിളിക്കുന്നു, അയാളെ പിടിച്ചിരുത്തുന്നു. ഇതൊക്കെ നമുക്ക് ബോധവൽക്കരണ മെസ്സേജസ് ആണ്. അത്തരം ആൾക്കാരെ നമ്മൾ പിടിച്ചു മാറ്റി നിർത്തരുത് എന്നുള്ളൊരു മെസ്സേജ് തരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ റെഡ് റിബൺ നമ്മൾ പലപ്പോഴും ഈ ദിവസങ്ങളിൽ ധരിക്കുന്നത്. ആ ചിത്രമാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ കോവിഡ് കാലത്ത് പലപ്പോഴും ഒറ്റപ്പെടലിന്റെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലും നമ്മളുടെ അത് മറക്കരുതെന്നും കൃത്യമായി നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി ശ്രമിക്കണമെന്നും നമ്മളും ബോധവൽക്കാരപ്പെടാവുന്ന ഉള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്ലോബൽ സോളിഡാരിറ്റി ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അതിലൂടെ നമുക്ക് ഇതിനെ ഒരു മാറ്റിയെടുക്കാം എന്നുള്ള ഒരു
സന്ദേശമാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇത്തവണത്തെ ഒരു തീമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ ഇതിനകത്തുള്ളത്, പ്രത്യേകിച്ചും ഈ ഒരു സെന്റൻസിലൂടെ എനിക്ക് അതിനകത്ത് അവസാനിപ്പിക്കാനാണ് വിചാരിച്ചത്. അതായത് താങ്ക് യു ഫോർ യുവർ കൈൻഡ്നസ്, ലവ് ആൻഡ് കൈൻഡ്നസ് ആർ നെവർ വേസ്റ്റഡ്, ദേ ഓൾവേസ് മേക്ക് എ ഡിഫറൻസ്, ദേ ബ്ലസ് ദ വൺ ഹു റിസീവ്സ് ദം, ദേ ബ്ലസ് യു ദ ഗിവർ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലൂടെ പോകുന്നവർക്ക്, എൻ്റെ മുന്നിലൂടെ പല ഇത്തരം രോഗാവസ്ഥയിലുള്ളവർ എൻ്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ മുമ്പിൽ പറഞ്ഞ അവരുടെ ജീവിതാനുഭവങ്ങളും പലതും ഉണ്ട്. ചിലർ അറിഞ്ഞിട്ടായിരിക്കില്ല, ചിലർ അറിയാണ്ടൊക്കെ പെട്ടുപോയവരുണ്ടാവും. ചിലർ അറിഞ്ഞിട്ട് പെട്ടുപോയവർ തന്നെ പിന്നെ ഭയങ്കര വിഷമത്തോടുകൂടി ജീവിച്ചവരുണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കും ഒരു വലിയൊരു ആശ്വാസം കിട്ടും. നമ്മൾക്ക് ഓരോ മനുഷ്യരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുള്ളൊരു ആശ്വാസം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഇട്ടത്. അതിനകത്ത് എൻ്റെ ഒരു കുഞ്ഞൊരു അനുഭവ കഥ, ഒരു 5 മിനിറ്റ് കൊണ്ട്, എനിക്ക് 3 മണി വരെ എന്നാണ് എൻ്റെ അടുത്ത് മാഡം പറഞ്ഞിരുന്നത്, 3:05 ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനൊരു എൻ്റെ സ്വന്തം അനുഭവ കഥ എന്ന് ഞാൻ കൂടെ പറഞ്ഞ് അത് അവസാനിപ്പിക്കാം. ഞാൻ ഇവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ കോളേജിലെ ഞങ്ങളുടെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു അന്ന്, പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന. അതിലൂടെ നമ്മൾ സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ആ സംവിധാനത്തിൽ ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഒരു ദിവസം നമുക്ക് മരുന്നിന് വേണ്ടിയിട്ടുള്ള ഒരു കോള് കിട്ടുന്നു. നമ്മൾ സൗജന്യമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളാണ് ഞങ്ങൾ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുന്നത്. 1 മണിക്കൂറോളം നമ്മുടെ ആശുപത്രിയുടെ ചികിത്സ തേടുന്നവർക്ക് ഫ്രീ, അവർക്ക് ഏതെങ്കിലും മരുന്നുകൾ വാങ്ങാൻ കഴിയാതെ വന്നാൽ, കിട്ടാതെ വന്നാൽ, കാശ് കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ, കാശില്ലാതെ വന്നാലും നമ്മളത് അവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കും, നമ്മൾ തന്നെ കളക്ട് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിലൂടെ ഓടുമ്പോൾ എനിക്കൊരു കോള് വരുന്നു. ഒരു കീമോതെറാപ്പി എടുക്കേണ്ട അയാൾക്ക് കീമോ മെഡിസിൻസ് അഡ്വൈസ് ചെയ്തു, പക്ഷെ വാങ്ങാൻ പൈസയില്ല. അപ്പൊ അത് കാരണം സഹായം കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ സാധാരണ ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ടിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ചെറിയൊരു എമൗണ്ട് ആയിരുന്നു. 5000 രൂപയൊക്കെയാണ് മാക്സിമം ഞങ്ങൾക്ക് ഒരു മാസം മൊത്തം എല്ലാ കാര്യങ്ങളും നടത്താനായിട്ട് കിട്ടിയിരുന്നത്. അപ്പൊ ഇവര് തന്ന ഞങ്ങൾക്കുള്ള കണക്കിൽ ഏകദേശം ഒരു 2000 രൂപയുടെ കണക്കിനുള്ള മരുന്നായിരുന്നു. അപ്പോൾ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ള ഒരു തോട്ടായിരുന്നു എനിക്ക്. അപ്പൊ അവർ പറഞ്ഞ അടുത്ത ആഴ്ചയാണ് ഞങ്ങൾക്ക് മരുന്നിന്റെ ആവശ്യം. അപ്പോഴത്തേക്ക് ഇത് ഞാൻ ഒരു 3-ാം വർഷം 4-ാം വർഷം പഠിക്കുന്നുള്ളൂ. അപ്പൊ എന്നെ സാറെന്നൊക്കെ വിളിക്കുന്നത്. സാറെന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊക്കെ അന്നൊരു ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. കുഞ്ഞു മനുഷ്യനായ എന്നെ കുറിച്ചൊക്കെ അവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ നോക്കട്ടെ, ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞത്. അവരാരും പിണക്കരുന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അടുത്ത ആഴ്ച ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് ഞങ്ങളുടെ സംഘടനയിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ അവസാനം, കാരണം ഞങ്ങൾക്ക് 5000 രൂപ കിട്ടുന്നതിന് എല്ലാം കൂടെ ഒരൊറ്റ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത് അവസ്ഥ ആകെ മോശമായി പോകും. പക്ഷെ എന്നായിരുന്നാലും അന്നൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന നിലയിൽ ഞങ്ങൾ അവസാനം തീരുമാനം എടുത്തിട്ട് അവർക്ക് ഒരു 1500 രൂപ കൊടുക്കാം എന്നുള്ള 1500 രൂപയുടെ മരുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. പിറ്റത്തെ ആഴ്ചയായി. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അവരുടെ കീമോയുടെ ടൈം ആയപ്പോൾ അവർ വരുന്നു. 1500 ഞാൻ മരുന്ന് അവർക്ക് കൈമാറി. അവര് മരുന്ന് വാങ്ങിച്ചു പോയി. സാധാരണ ഞങ്ങൾ വൈകുന്നേരമാണ് ഞങ്ങളുടെ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ അവർക്ക് ഞാൻ ഉച്ചയ്ക്കാണ്, അവർക്ക് കീമോ എടുക്കേണ്ടത് നേരത്തെ തന്നെ എടുക്കേണ്ടതുകൊണ്ട് വന്ന് കൊടുത്ത് കൈമാറിപ്പോയി. അന്ന് പതിവ് പോലെ വൈകുന്നേരം ഞാൻ നമ്മുടെ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യായിരുന്നു. അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പോയില്ലേ, മരുന്ന് വാങ്ങി തന്നാണല്ലോ, പിന്നെന്താ പ്രശ്നം എന്താന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അവര് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് അവരുടെ മനസ്സ് തുറക്കുന്ന ഒരു അവസരമായിരുന്നു. അവരിങ്ങനെ വന്ന് പറയായിരുന്നു, ഒരിക്കലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടല്ല ആക്ച്വലി ഇന്നത്തെ ദിവസം വന്നത്. കാരണം ഞങ്ങൾക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒറ്റപ്പെടലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ ഒരു ക്യാൻസർ വന്നെന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പഠിക്കുന്നു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ ഭാര്യയും ഭർത്താവാണ്, അതിൽ ഭർത്താവിനാണ് രോഗമുള്ളത്, ക്യാൻസർ രോഗമുള്ളത്. അപ്പൊ ആള് പറഞ്ഞതാണ്, ഭാര്യയും ഭർത്താവ് എയ്ഡ്സ് രോഗിയാണ്. ഭർത്താവിനാണ് ആദ്യം എയ്ഡ്സ് ഉണ്ടായത്, തിരിച്ചറിഞ്ഞത് അതിനിടയിൽ. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങൊക്കെ ചെയ്യുന്നു. ഭർത്താവിലൂടെ ഭാര്യയ്ക്കും കിട്ടി. അവർക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്. ഈ രോഗത്തിന്റെ അതിന്റെ തീവ്രതയൊക്കെ ആയിട്ട് മുന്നോട്ട് നടക്കുന്നതിനിടയിലാണ് അവർക്ക് ഒരു എന്താ പറയാ ഇടുത്തി പോലെ ഒരു ക്യാൻസർ രോഗം അവർക്ക് തിരിച്ചറിയുന്നത്. അപ്പൊ അതും കൂടെ അവർക്ക് താങ്ങാൻ പറ്റാത്ത ദിവസം. അപ്പൊ ജോലി പോയി, എല്ലാവരും ഒറ്റപ്പെട്ടു. ആകെ ഒരു ദയനീയമായ അവസ്ഥ. അവരുടെ 2 മക്കള് നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നു.
പലരുടെയും ഒറ്റപ്പെടൽ കാരണം അതിൽ നിന്നും അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയി. കുട്ടികളെ വേറെ സ്ഥലത്തേക്ക് മാറ്റി നിർത്തേണ്ട അവസ്ഥ വന്നു. അങ്ങനെയൊക്കെയുള്ള ഇതിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതുകൊണ്ട് മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചെന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അവർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്, ഞങ്ങൾ അനുവദിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ കൊടുക്കാമെന്ന് തീരുമാനിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവരെന്തിനാണ് കാണാൻ വന്നിരുന്നെന്നുള്ളതിനകത്തായിരുന്നു എന്റെ കൗതുകം മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവരെന്റെ മുന്നിൽ വെച്ചിട്ടൊരു ഇതെടുത്ത് കാണിച്ചു തരുന്നത്. അതായത് അവര് പോയ്സണിന്റെ ഒരു കുപ്പി എടുത്ത് കാണിച്ചു തരുമായിരുന്നു. അവര് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതായിരുന്നു. അന്നേരം അവർ ചോദിച്ച മരുന്നിനുള്ള ആ ഒരു ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അത് അവരുടെ ലാസ്റ്റ് ഹോപ്പായിരുന്നു, മുന്നോട്ട് ജീവിക്കണോ വേണ്ടോ എന്നുള്ളതിന്റെ. അങ്ങനെ ഒരു സാധനം കൊടുക്കാൻ പറ്റിയപ്പോൾ അവർക്ക് ഇനിയും ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇത്, അതായത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ലോകത്തിൽ നമ്മളെ കരുതുന്നവർ ആരെങ്കിലുമൊക്കെ നമ്മുടെ ലോകത്ത് ഉണ്ട് എന്നുള്ള ഒരു ഫീൽ അവർക്ക് അന്ന് ആ ഉച്ചയ്ക്ക് കിട്ടിയെന്നും. അപ്പൊ എന്റെ മുന്നിൽ വെച്ചിട്ട് എന്നോട് അത് ഷെയർ ചെയ്ത്, കാരണം എന്നോട് പറയാതായിരുന്നല്ലോ അവര് ഇത്രയും ഇത് സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് എന്റെ മുന്നിൽ വെച്ച് ഷെയർ ചെയ്ത് എന്റെ മുന്നിൽ വെച്ചിട്ട് ആ സാധനം പുറത്തേക്ക് ഒഴിക്കുന്നത് ഞാൻ കാണുമായിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എന്നിട്ട് അപ്പൊ അവർ എന്നോട് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സംഘടനയുടെ പേര് പ്രതീക്ഷ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവർ പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു നിങ്ങളിട്ട പേരിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്. അതായത് മറ്റുള്ളവർക്ക് ഒരു ഹോപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത്, ഈ ചെറിയ പ്രായത്തിലും നിങ്ങൾക്കൊക്കെ കഴിയുന്നു എന്നുള്ള ആ ഒരു മെസ്സേജ് നിങ്ങളുടെ ആ പ്രവൃത്തിയിലൂടെ വരുന്നു എന്നുള്ളത്. നിങ്ങളൊക്കെയാണ് ശരിക്കും ദൈവങ്ങൾ എന്നൊക്കെ അന്ന് അവർ പറഞ്ഞു. നമുക്കൊക്കെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് അന്നേരം നിറഞ്ഞു പോകും ആ ഒരു അവസ്ഥക്കകത്ത്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞു, ഇന്ന് ആ ഒരു ഡിസിഷൻ അന്നേരം കൊടുത്തില്ല, അല്ലെങ്കിൽ ആ മരുന്ന് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ രണ്ടുപേരും ഇത് ഈ പറയുന്ന പോയ്സൺ കഴിച്ച് ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് വന്നത്. അപ്പൊ ഈ ഒരു പ്രവൃത്തി കൊണ്ട് അവർ ആ തീരുമാനം പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞ് ഇനി മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാണ് അവർ അന്ന് പോകുന്നത്. ശരിക്കും അന്ന് ഞാൻ അന്നത്തെ ഇത് ഔട്ടായിട്ട് ക്ലോസ് ചെയ്ത് തിരിഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് ആകെ ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ ഞാൻ അന്നേരം കടന്നു വരുന്നത്. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മളൊരിക്കലും ജന്മത്ത് പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു വന്നു. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ സ്പൈഡർമാനിൽ ഹോളിവുഡ് പടമുണ്ട് സ്പൈഡർമാൻ, അതിനകത്ത് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, വിത്ത് മോർ പവർ കംസ് മോർ റെസ്പോൺസിബിലിറ്റീസ്. അതായത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതോറും നമ്മൾ വലുതാവും തോറും നമ്മളിലേക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടി വരുന്നുണ്ട്. ആ ഒരു ഫീൽ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. നമ്മളുടെ ആ കുഞ്ഞു പ്രായത്തിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചെറിയ പ്രായത്തിനകത്ത് നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ജീവനെ തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നോട്ട് വളർന്നു വരുന്ന വലിയവരായി വരുമ്പോൾ നമുക്ക് എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേ സന്ദേശം എനിക്ക് നിങ്ങൾക്കും തരാനുള്ളത്. എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ പറ്റുന്നില്ല സത്യത്തിൽ. ഒരു സന്തോഷമുണ്ട്, ഒരു 100ഓളം പേരാണ് ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത്. പക്ഷെ കാണാൻ ഓൺലൈൻ ആയതാണ് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ആ നിങ്ങൾ 100 പേര് 100 കുടുംബത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, 100 നാടിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, 100 സാഹചര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് അടുത്തൊരു 100ലേക്ക് കൊടുക്കാൻ പറ്റും, അടുത്തൊരു 100ലേക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓരോ ആളും ഓരോ നല്ല മനുഷ്യരായാൽ മാത്രം മതി. ആ ഒരു കൺസെപ്റ്റിൽ ആ സ്നേഹവും കൈൻഡ്നെസ്സും ഒരിക്കലും വേസ്റ്റ് ആക്കാതെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കുഞ്ഞു ക്ലാസ്, ഈ എയ്ഡ്സ് എന്താണെന്നും HIV എന്താണെന്നും ഒക്കെ പകർന്നു തരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുഞ്ഞൊരു അറിവെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു അവസരം ഒരുക്കി തന്നതിന് കോളേജ് മാനേജ്മെന്റിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സാർ. സാറ് ഈ ഡ്യൂട്ടി ടൈമിൽ തന്നെ ഞങ്ങൾക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ല സ്പീച്ചാണ് തന്നത്. ഞങ്ങൾക്ക് എയ്ഡ്സ് ഡേനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് എങ്ങനെ വരും, എന്താണ് എയ്ഡ്സ്, അത് എങ്ങനെ വരുന്നത്, എങ്ങനെ വരാതിരിക്കുക, നമുക്ക് എന്തെല്ലാം ചെയ്യാം, നമ്മുടെ ഉള്ളിലുള്ള അബദ്ധധാരണകൾ എന്തൊക്കെയാണ്, പിന്നെ എയ്ഡ്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ തിരിച്ചറിയാം, തെറ്റിദ്ധാരണകളും ചരിത്രവും അനന്തരഫലങ്ങളും ഗവൺമെന്റ് നമുക്ക് എന്തൊക്കെയാണ് അതിനുള്ള സേവനങ്ങൾ തന്നെ, അങ്ങനെ എയ്ഡ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞു. പിന്നെ സാറിന്റെ ഇതേപോലുള്ള അനുഭവങ്ങള്, സാറിന് അതേപോലെയുള്ള പ്രവർത്തികളൊക്കെ ഇനിയും ഞങ്ങൾക്ക് അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സ്പീച്ച്. അടുത്തതായി നന്ദി പറയുന്നതിന് റിങ്കൽക്ക് ജോഷിയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ ഏറ്റിരിക്കുന്നത്. ലോക എയ്ഡ്സ് ഡേയോടനുബന്ധിച്ച് തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ NSS യൂണിറ്റും തൃശൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഈ വെബിനാറിലേക്ക് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ക്ഷണം
വെബിനാർ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ പവൻ സാറിനെ എന്റെ പേരിലും NSS യൂണിറ്റിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. ഈ കൊറോണ സാഹചര്യത്തിലും എല്ലാം തിരക്കുകൾ മാറ്റിവെച്ചു എയ്ഡ്സ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് നല്ലൊരു ടോക്ക് തന്ന തൃശൂർ ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ സുജിത് സാറിന് എന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്ററിനും തിരക്കുകൾ മൂലം വെബിനാർ പങ്കെടുക്കാൻ സാധിച്ചില്ല. സിസ്റ്ററിനും ഞാൻ നന്ദി പറയുന്നു. ഈ വെബിനാറിന് എല്ലാവിധ നേതൃത്വങ്ങൾ നൽകിയ NSS പ്രോഗ്രാം ഓഫീസേഴ്സായ മേഫവർ മിസ്സിനെയും ബിൽസി മിസ്സിനെയും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ആര്യമോൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു വെബിനാറിന് പിന്നിൽ പ്രവർത്തിച്ച എന്റെ പ്രിയ NSS വളണ്ടിയേഴ്സിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ NSS വളണ്ടിയേഴ്സിനും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. എനിക്ക് തോന്നുന്നു ആര്യ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. കാര്യം ഡോക്ടർക്ക് തിരക്കുണ്ട്. ഡോക്ടർ ഓൾറെഡി ഡ്യൂട്ടി ടൈമിലാണ്. അപ്പോ ഒത്തിരി സമയം നമുക്ക് ഡോക്ടറുടെ എടുക്കാനില്ല. Am I audible, ആര്യ? യെസ് മിസ്, ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഡോക്ടർക്ക് ഒത്തിരി തിരക്കുണ്ടായിട്ടും ഡോക്ടർ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അതുകൂടെ വേണം പറയാനായിട്ട്. നമ്മളൊരു എയ്ഡ്സ് ഡേ മാത്രമല്ല, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണും കൂടി വേണം എന്നുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഡോക്ടർ വളരെ ഭംഗിയായിട്ട്, കാരണം ഇത്രയും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് ഞങ്ങൾക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് സമൂഹത്തോട് നമ്മളുടെ എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ വേണം എന്നുള്ള ഒരു ചിന്ത ഞങ്ങളിലേക്ക് ഡോക്ടർക്ക് എത്തിക്കാനായിട്ട് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞങ്ങളുടെ മാക്സിമം ഞങ്ങളുടെ ലൈഫിൽ അത് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വിളിക്കും. ഇപ്പൊ ഡോക്ടർക്ക് ഒഴിവുള്ളപ്പോ ഞങ്ങൾക്ക് ഇതുപോലെ വന്ന് ഇങ്ങനെ മോട്ടിവേഷണൽ ക്ലാസ്സുകളും ലൈക്ക് വളരെ ഞങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിരുന്നു ക്ലാസ്. അത് പറയാണ്ട് വയ്യ. കാര്യം നമുക്കത് ഒട്ടും ഒരു ബോറടിയോ വളരെ, എനിക്ക് തോന്നുന്നു ഡോക്ടർ ഒത്തിരി അതിന്റെ പിന്നില് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര തിരക്കിന്റെ ഇടയിലും സ്ലൈഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സെന്റ് മേരീസ് കോളേജ് തൃശ്ശൂരിന്റെ NSS യൂണിറ്റും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശ്ശൂരും സംയുക്തമായിട്ട് നടത്തിയ വെബിനാർ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും, ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. താങ്ക് യു ആര്യ. താങ്ക് യു സോ മച്ച് ഫോർ ദ എൻറ്റയർ ടീം. താങ്ക് യു. സീ യു.